തന്നെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയുടെ ശാന്തതയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2025 ഒക്ടോബർ മാസം 7-ാം തീയതി രാത്രിയിൽ നാം ഒന്നിച്ചായിരിക്കുമ്പോൾ വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 19ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉള്ളത് എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ആഗോള ദൈവസഭയുള്ള ദൂതിൻ്റെ തുടർ പഠനത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സ്മുർണ സഭയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളോടുള്ള ബന്ധത്തിലാണ് നാം തുടർന്ന് ദൈവം ചിന്തിപ്പാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നത്. 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ ഇന്നലെ നാം ചിന്തിച്ചിരുന്നു. ഇന്ന് നാം തുടർന്ന് ചിന്തിക്കുന്നത് സ്മിർണ സഭയോടുള്ള ബന്ധത്തിലുള്ള ദൈവത്തിൻ്റെ ആലോചനകളെ തുടർന്നുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ അഭിസംബോധന വാക്കുകളെക്കുറിച്ചും അതിൽ സ്മിർണയിലെ സഭയുടെ ദൂതൻ എഴുതുക മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദിനം അന്തിനമായ നാളിൽ ചെന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ചിന്തിച്ചു. പൊതുവായ വിലയിരുത്തലിൽ ആ സഭ ആത്മീയ സമ്പന്നരായിരുന്നു എന്നുള്ളത് മറ്റാർക്കും അറിയത്തില്ലായിരുന്നു. എന്നാൽ സർവശക്തനായ ദൈവത്തിനറിയാമായിരുന്നു. വലിയ കഷ്ടതയും വലിയ ദാരിദ്ര്യവും ഒക്കെ കടന്നു വന്നപ്പോൾ അവർ ആത്മാവിൽ സമ്പന്നരായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഇന്നലെ നാം ചിന്തിച്ചുവല്ലോ. ഇപ്പോൾ സഭയിലെ കുറവുകളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ അതിനകത്ത് നമുക്ക് വളരെ സന്തോഷത്തോടെ കാണാൻ സാധിക്കുന്നത് ആത്മീയ ദാരിദ്ര്യവും താഴ്മയും സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്ന ഈ ദൈവസഭയിൽ യാതൊരുവിധമായ കുറവുകളും ചൂണ്ടിക്കാണിക്കുവാൻ ദൈവം എടുത്തില്ല എന്നുള്ളതാണ്. ഇതിൽ നിന്നും അവരെ സാത്താൻ പരാജയപ്പെട്ടത് കൊണ്ടാണ് കുറവുകളില്ലാതിരുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും, സാത്താനി തങ്ങളെ അതിജീവിച്ച് ജയിക്കാൻ പറ്റുമോ, അങ്ങനെ ജീവിക്കാൻ സാധിക്കുമോ, ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചോദ്യം പലരും ചോദിക്കാറുണ്ട്. യേശുക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കാൻ പറ്റുമോ, ജയാളികളായി ജീവിപ്പാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ സാധിക്കും എന്നുള്ളതാണ് സ്മിർണ സഭയോടുള്ള ബന്ധത്തിൽ നാം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. കർത്താവ് തൻ്റെ രക്തം ചിന്തി സമ്പാദിച്ചിരിക്കുന്ന സഭ പരാജയപ്പെടുന്നതല്ല, അത് ജയിക്കുന്നതാണ്. അതിന് തെളിവാണ്, ഉത്തമ തെളിവാണ് നമുക്ക് ഈ സ്മിർണ സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അവരെ പരാജയപ്പെടുത്താൻ സാത്താന് കഴിയാതിരുന്നത് കൊണ്ടാണ്, അവൻ്റെ തന്ത്രങ്ങളിൽ പെട്ടുപോകാതിരുന്നത് കൊണ്ടാണ് അവർ ജയാളികളായിരുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സാത്താൻ്റെ തന്ത്രങ്ങളിൽ അവൻ അഴിച്ചുവിട്ടിരുന്ന കഷ്ടതയും ഉപദ്രവവും ദാരിദ്ര്യവും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും ആ ഉപദ്രവത്തെയൊക്കെ അതിജീവിച്ചുള്ള ദൈവിക വിശ്വാസം സ്മിർണ സഭയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ പരാജിതരായിരുന്നില്ല. അതുകൊണ്ട് നമുക്കും ഈ ദിവസങ്ങളിൽ ഉറപ്പോടെ പറയാൻ സാധിക്കണം, അതെ, ക്രിസ്തുവിൽ ഞങ്ങളും ജയാളികളായി നിൽക്കും. മരണമോ ജീവനോ താഴ്ചയോ ഉയർച്ചയോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ എന്തു വന്നാലും അതിലൊന്നും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയത്തില്ല. ഏത് ഉപദ്രവം വന്നാലും, ജീവിക്കേണ്ടി വന്നാലും, മരിക്കേണ്ടി വന്നാലും എല്ലാം ക്രിസ്തുവിനാണെന്നുള്ള ഒരു തീരുമാനം അവർക്ക് കാണും. ലോകത്തിലൊന്നും നഷ്ടപ്പെടുവാനില്ലായിരുന്നു. അവർക്ക് ദാരിദ്ര്യവും പട്ടിണിയും പരിവട്ടവും ഒന്നുമില്ലായ്മയായതുകൊണ്ട് അവർക്ക് ജീവിക്കുക എന്നുള്ളത് അന്നേക്ക് ജീവിക്കുക, കർത്താവ് വരികയാണെങ്കിൽ എടുക്കപ്പെടുക, അതിനപ്പുറമായിട്ടുള്ള കാഴ്ചപ്പാടൊന്നും അവർക്കില്ലായിരുന്നു. അപ്പോൾ ഒന്നും നഷ്ടപ്പെടാൻ ഇല്ല എന്നുള്ളതുകൊണ്ട് അവർക്ക് നേടുവാനുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ലോകത്തിൽ നാം നേടുവാൻ വേണ്ടി വ്യഗ്രത കാണിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഇവിടുത്തെ നേട്ടങ്ങളും അതെല്ലാം കോട്ടങ്ങളായി മാറുമ്പോൾ ദൈവസന്നിധിയിൽ നാം ഇവിടെ നഷ്ടപ്പെടുത്തി കളയുന്നത്, അല്ലെങ്കിൽ നമുക്ക് വേണ്ട എന്ന് ചവറന്നിടുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ തേജസ്സിൻ്റെ ഘനമായി വർദ്ധിക്കുവാൻ ഇടയായിത്തരും. അതുകൊണ്ട് വിശ്വാസികളെല്ലാം സന്യാസത്തിലേക്ക് പോകണമെന്നോ നാട് വിട്ടു പോകണമെന്നോ മറ്റുള്ളതല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ, പൊതുസ്ഥലങ്ങളിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ യഥാർത്ഥമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ സാധിക്കും. ഇവിടെ ഈ സ്മിർണ സഭയിലുള്ള എല്ലാവരും സന്യാസികളായിരുന്നില്ല, അവരാരും ലോകം വിട്ടുപോയവരായിരുന്നില്ല. അവരൊക്കെ അവിടെ താമസിക്കുന്നത് സാധാരണക്കാരുമായിരുന്നു. ഒരൊറ്റ കാര്യമേ വ്യത്യാസമുണ്ടായിരുന്നുള്ളൂ, കഷ്ടതയും ദാരിദ്ര്യവും പ്രയാസങ്ങളും വന്നപ്പോൾ അവരുടെ വിശ്വാസം വർദ്ധിച്ചു, വചനത്തിൽ ആശ്രയിച്ചു. അതാണ് അവരെ ജയാളികളാക്കി നിർത്തിയത്. അതുകൊണ്ട്
നാം സമ്പത്തോ ദാരിദ്ര്യമോ ദുഃഖമോ സന്തോഷമോ എന്തു വന്നാലും നമുക്ക് ക്രിസ്തുവിൻ്റെ മുഖം നമ്മുടെ ഉള്ളിൽ എപ്പോഴും തെളിയുവാനിടയാറ്റണം. ഏത് സാഹചര്യത്തിലും നാം വിശ്വാസത്തിൽ വീരന്മാരായി നിൽക്കുവാൻ നമുക്ക് സാധിക്കും. അതിനാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. അതങ്ങനെ സാധിച്ചിരുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് സ്മരണയിലെ സഭ. മറ്റൊരു സഭയെ കൂടി നമ്മളത് വെളിപ്പെടുത്തും. 7 സഭകളുള്ള ബന്ധത്തിൽ പറഞ്ഞതിൽ കുറവുകളില്ലാത്ത സാത്താൻ്റെ തന്ത്രമായിരിക്കുന്ന ഉപദ്രവങ്ങളെ അതിജീവിച്ച സ്മരണ സഭയെക്കുറിച്ച് നമുക്ക് വായിക്കുമ്പോൾ സന്തോഷമുണ്ട്. ഇതിൽ നിന്ന് വ്യക്തമാക്കപ്പെടുന്നത് നാം തീരുമാനിച്ചാൽ ആഗ്രഹിച്ചാൽ നമുക്കും ജയാളികളായി തീരാം. ഒരുപക്ഷെ പലരും ചോദിക്കും, അതുപോലെ ജീവിക്കാൻ പറ്റുമോ? യേശു ജീവിച്ച പോലെ ജീവിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ തെറ്റും കുറ്റമില്ലാതെ ജീവിക്കാൻ കഴിയുമോ? സാത്താൻ്റെ എല്ലാ പരീക്ഷകളെയും അതിജീവിച്ച് ജയിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം ഇവിടെ ഉണ്ട്. സ്മരണയിലെ സഭ അവർ ജയാളികളായിരുന്നു. അതിനെ കർത്താവാണ് സാക്ഷ്യപ്പെടുത്തിയത്. അതിൻ്റെ സാക്ഷ്യ സർട്ടിഫിക്കറ്റാണ് ഈ 2-ാമത്തെ അധ്യായത്തിൽ തന്നിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ദൈവം നമ്മളെക്കുറിച്ചൊരു സാക്ഷ്യ സർട്ടിഫിക്കറ്റ് എഴുതുകയാണെങ്കിൽ എന്തായിരിക്കും ദൈവാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും പേരിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെക്കുറിച്ച് കുറിച്ചു വെക്കുന്നത്? നാം ഇപ്രകാരം ഉള്ളവരാണോ, അതോ കുറവുകളുടെ പട്ടികയായിരിക്കുമോ ദൈവാത്മാവ് നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വയ്ക്കുന്നതെന്ന് ഒന്ന് ചിന്തിക്കുന്നതെന്നായിരിക്കും. നമുക്ക് നമ്മുടെ ഹൃദയത്തെ അറിയാമല്ലോ, നമ്മുടെ മനസ്സാക്ഷി നമുക്കറിയാമല്ലോ, അതിനെ വഞ്ചിക്കാൻ കഴിയത്തില്ലല്ലോ. സ്മരണ സഭയുടെ എക്സ്റേ എടുത്തിട്ട് അവരുടെ സ്കാനിങ് നടത്തിയുള്ള റിപ്പോർട്ട് ദൈവം പരസ്യമായി വെളിപ്പെടുത്തിയപ്പോൾ അവരോട് പറഞ്ഞിരിക്കുന്നത് അവർ കുറവുകളില്ല എന്നുള്ളതും അവരെ പ്രശംസിക്കുന്ന രീതിയിലുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട റിപ്പോർട്ടാണ് ഈ ദൈവസഭകളുടെ ബന്ധത്തിൽ ദൂതായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വായിക്കുമ്പോൾ ഗ്രഹിക്കുമ്പോൾ നമ്മളെക്കുറിച്ചും ദൈവം സ്കാൻ ചെയ്യുന്നുണ്ട്. നമ്മളെ ദൈവം നന്നായി പരിശോധന കഴിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം നമ്മളെ നോക്കുമ്പോൾ ദൈവം നമ്മളെക്കുറിച്ചൊരു സാക്ഷ്യ സർട്ടിഫിക്കറ്റ് എന്തായിരിക്കും നമ്മുടെ കയ്യിൽ ഇന്ന് രാത്രി തരാൻ ആഗ്രഹിക്കുന്നത് അത് നമുക്കറിയാം. നമ്മുടെ ഹൃദയത്തിൽ വായിക്കാൻ കഴിയും. കുറവുകളില്ലാത്തവരെന്ന് ഇന്ന് രാത്രി ഉൾവിളി ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. ആ ഒരു അനുഭവത്തിലേക്ക് ക്രിസ്തുവിൻ്റെ സഭ വളർത്തപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് പരിശുദ്ധാത്മാവ് ഇവിടെ കുറിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ പ്രശ്നപരിഹാരമായിട്ട് ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. കാരണം ഇവിടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരനായ യേശുവിൻ്റെ കരങ്ങളിൽ അവർ ആശ്രയിച്ചിരുന്നുകൊണ്ട് അവരെ പ്രശ്നങ്ങളിൽ അകപ്പെടുത്തുവാൻ ദുഷ്ടനായ പിശാചിന് കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് പ്രശ്നപരിഹാരമില്ല. ഇപ്പം നിങ്ങളൊരു ഡോക്ടറെ അടുത്ത് പോയി ചെക്കപ്പിന് പോവുകയാണ്. സാധാരണ ഇപ്പം രോഗി അല്ലെങ്കിൽ പോലും ഇയർലി ഒക്കെ ചെക്കപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം അത് രോഗാവസ്ഥയിലുള്ള അല്ല, അതിന് വേണ്ട ചില ഒന്ന് പ്രിക്കോഷനായിട്ട് ചെക്ക് ചെയ്യും. റിപ്പോർട്ട് കിട്ടിയാൽ കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഇന്ന ഡോക്ടറെ കാണാൻ പറയത്തില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലായിരിക്കും അവർ പറയുന്നത് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിൽ പൊക്കോ, അങ്ങോട്ട് പൊക്കോ, ഇങ്ങോട്ട് പൊക്കോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ എന്ത് ചെയ്യുന്നത് മാറ്റി വിടുന്നത്. ഇവിടെ കർത്താവ് നോക്കിയപ്പോൾ അവരെ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ റിപ്പോർട്ടിനകത്ത് ഒന്നും തന്നെ നെഗറ്റീവായിട്ടില്ലാത്ത എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ അവർക്ക് രോഗമായിട്ടില്ലാത്തതുകൊണ്ട് കുറവായിട്ടില്ലാത്തതുകൊണ്ട് പ്രശ്നമായിട്ടൊന്നും പരിഹാരം പറഞ്ഞിട്ടില്ല. രോഗമുണ്ടെങ്കിൽ ചികിത്സിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് രോഗിക്കാണ് വേണ്ടത്. കർത്താവ് പറഞ്ഞു രോഗമില്ലെങ്കിൽ കർത്താവ് പറഞ്ഞു നിങ്ങൾ എൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരാ. അതുകൊണ്ട് നമ്മളെയും കർത്താവ് ശോധന ചെയ്യുമ്പോൾ നാമും പൊന്നുപോലെ വെളിയിൽ വരണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നപ്പോൾ സ്മരണ സഭയിലെ സഭയ്ക്ക് അന്ന് 1-ാം നൂറ്റാണ്ടിൽ ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ നിശ്ചയമായിട്ടും ഈ കാലഘട്ടത്തിലും നമുക്കും ജീവിക്കാൻ കഴിയും എന്നുള്ളത് വാസ്തവമാണ്. ദൈവം കർത്താവ് എല്ലാവരോടും നീതിയുള്ളവനാണ്. ഇതാണ് ചോദിക്കുന്നത്. അന്നത്തെ സഭയ്ക്ക് നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ പരിശുദ്ധന്മാർ ജീവിക്കാൻ കഴിഞ്ഞു, നിനക്കെന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന ചോദ്യത്തിന് മുമ്പിൽ നമുക്ക് ഉത്തരം പറയാൻ കഴിയത്തില്ല. അത് പറയാൻ പറ്റുമോ? കർത്താവ് നമുക്കെന്താ തരാതിരിക്കുന്നത്? പ്രത്യേകിച്ച് കേരളത്തിലെ സഭയുള്ള ദൈവാത്മാവ് ചോദിക്കും, നിങ്ങൾ കേട്ടത്രയും വചനം കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പഠിച്ചത്രയും വചനം പഠിച്ചിട്ടുണ്ടോ? കൂട്ടായ്മ കൂടിയിട്ടുണ്ടോ? മറ്റൊരു സ്ഥലത്തും കിട്ടിയിട്ടില്ലാത്ത വലിയ ഭാഗ്യം ലഭിച്ചവരാണ് കേരളത്തിലുള്ളവർ. എന്നാൽ നാം അധികം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അധികം ദൈവം ചോദിക്കും. അതുകൊണ്ട് ലഭിച്ചതൊന്നും നഷ്ടമാക്കി കളയാതെ അത് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ അനുഗ്രഹമായി തീരുവാൻ കാരണമായി തീരട്ടെ എന്നും ആഗ്രഹിക്കുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മുന്നറിയിപ്പായിട്ട് ഈ സഭയോട് ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ 2-ാം അധ്യായം 10-ാം വാക്യമാണ്. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു.
10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. കർത്താവിടെ ഒരു പ്രവചനാത്മാവിനോട് പറയുകയാണ്, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാചു നിങ്ങളിൽ ചിലരെ തടവിലാക്കാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. അപ്പം ഈ കഷ്ടം സഹിച്ച് ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ദേവരോട് പറയുന്നത് നിന്റെ വിഷയമെല്ലാം പരിഹരിച്ചെന്നല്ല അല്ലേ. നമ്മളാണെങ്കിൽ അന്നേരം തന്നെ വിചാരിക്കും, ഈ പ്രാർത്ഥനയ്ക്ക് വന്ന് കൂടിയതും പോയി, വീണ്ടും പരീക്ഷയാണോ ദൈവമേ അല്ലേ, ഇനിയും പ്രശ്നമാണോ, പ്രതിസന്ധിയാണോ, അങ്ങനെയല്ലേ. നമ്മൾ ഒന്നാമതേ ഒരുപാട് വിഷയത്തിലാണ് ഇരിക്കുമ്പോൾ പ്രവാചകൻ അല്ലെങ്കിൽ ദൈവശബ്ദം കേൾക്കുകയാണ്, നീ പേടിക്കൊന്നും വേണ്ട, നിനക്ക് ഇനിയും 10 ദിവസം ഉപദ്രവം ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പ്രയാസകരമായ രീതിയായിരിക്കും ഉൾക്കൊള്ളാനുള്ളത്. എന്നാൽ ഇവിടെ അതുകൊണ്ട് ആദ്യം പറഞ്ഞത്, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. അത് പറഞ്ഞു 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. ഈ 10ാം മാസത്തിൽ ദൈവാത്മാവിൽ ഞാനൊരു ദൂത് പറയുകയാണ്. 10ാമത്തെ മാസം അവസാനിക്കുന്നതിന് മുമ്പായി ഉപദ്രവങ്ങൾ ഏറ്റിരുന്ന പലരുടെയും ജീവിതത്തിൽ ജയമുണ്ടാകാൻ പോകുകയാണ്. 10 ദിവസം നിനക്ക് ഉപദ്രവം ഉണ്ടാകും. ആ 10ാമത്തെ മാസത്തിലാണ് നാം ആയിരിക്കുന്നത്. അപ്പോൾ കഥ പറഞ്ഞു, ഇതിനൊരു പരിധിയുണ്ട്, ഇതിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പം ആ സമയം അടുത്ത് വരുന്നത് കൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ട് കഥ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, നിന്റെ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരുന്നത് ഉപദ്രവത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്താൻ പോകുക. ഇനി നീ സഹിക്കേണ്ടത് കേവലം 10 ദിവസം മാത്രമേ ഉള്ളൂ. ദൈവത്തോട്ട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഉപദ്രവമുണ്ട്, 10 ദിവസമുണ്ട്. ഇവിടെ പറഞ്ഞു 10 ദിവസം സൂക്ഷിച്ചു പോവും, അത് ചെറുതെ തടവിലാക്കും. കാരണം ഇത്രയുമൊക്കെ ചെയ്തിട്ടും നിങ്ങൾ വിശ്വാസം നിൽക്കുന്നത് സാത്താന് മനസ്സിലായി നിങ്ങൾ ആത്മീയത്തിൽ സമ്പന്നരാണ്. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ അതിൽ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഉപദ്രവം വരും, അതുകൊണ്ട് തടവിലാക്കും. അപ്പോഴും ഭയപ്പെട്ടു പോകേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ദുഷ്ടൻ അവൻ ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പ്രവർത്തിക്കും. ദൈവം പറഞ്ഞു, അധിക ദിവസമൊന്നും വിട്ടുകൊടുക്കത്തില്ല, 10 ദിവസമേ ഉള്ളൂ എന്നുള്ളത്. അപ്പം സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്ന യേശു പോയപ്പോൾ അവൻ 40 ദിവസം പരീക്ഷിക്കപ്പെട്ടെന്നാണ് പറയുക, 40 ദിവസം. എന്നാൽ സഭയോട് പറഞ്ഞു, നിങ്ങൾക്ക് 10 ദിവസമേ ഉള്ളൂ. കാരണം ആ 10 ദിവസം കടന്നു പോയാൽ അത് മഹത്തരമാണ്. ബാക്കിയുള്ളത് അനേക ശുശ്രൂഷകൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെടുകയാണ്. യേശു കർത്താവ് 40 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ അതിശക്തിയോടെയാണ് ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നത്. എന്ന് പറഞ്ഞാൽ അഭിഷേകത്തിൽ ശക്തി പ്രാപിച്ചു. ഈ പരീക്ഷകൻ നമ്മളെ ഉപദ്രവിക്കുമ്പോൾ, നമ്മളെ പരീക്ഷിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവൻ്റെതായിട്ടുള്ള വിഷയങ്ങൾ ഇട്ടുകൊണ്ട് നമ്മളെ ഓരോന്നും ഞെരുക്കുമ്പോൾ, ബുദ്ധിമുട്ടിക്കുമ്പോൾ, വിശപ്പിക്കുമ്പോൾ, അങ്ങനെയല്ലേ യേശുവിനെ ആഹാരമില്ലാതാക്കി, വെള്ളം പലതും അവനെ കാണിച്ചിട്ട് പറയുകയാണ്, പ്രലോഭിപ്പിക്കുകയാണ്, ഇതൊക്കെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രലോഭനമുണ്ടാകുമ്പോൾ അതിലൊന്നും കർത്താവ് പരാജിതനായില്ല, ജയാളിയായതുപോലെ. ദൈവമക്കളെ, കർത്താവ് പറഞ്ഞു, ഞങ്ങൾക്ക് 10 ദിവസമാണ് ഉപദ്രവമുണ്ടാകാൻ പോകുന്നത്, സൂക്ഷിച്ചുകൊള്ളുക. 10 ദിവസത്തേക്ക് ഞാൻ നിങ്ങളെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. പക്ഷേ തടവിലാക്കും, പ്രശ്നങ്ങളുണ്ടാകും, ഭാരപ്പെടുകയൊന്നും വേണ്ട, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. അതിന് മുമ്പ് നിന്റെ മേൽ ഞാൻ എൻ്റെ കൃപ പകർന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൃപ പകരാതെ ദൈവം തൻ്റെ മക്കളെ ഒരിക്കലും പരീക്ഷയിലേക്ക് വിടത്തില്ല. തീ അവിടെ ഉണ്ടെങ്കിൽ തീയുടെ ശക്തിയെ കെടുത്താൻ ആവശ്യമായ ശാരീരികത്തിൽ അതിൻ്റെതായിട്ടുള്ള പ്രൊട്ടക്ഷൻ ദൈവം നൽകിയിട്ടാണ് തീയിലേക്ക് വിടുകയുള്ളൂ. അവിടെ സിംഹത്തിൻ്റെ ഗുഹയിൽ പോകണമെങ്കിൽ സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്ത് വീഴുമ്പോൾ അതിൻ്റെ വായെ അടയ്ക്കാൻ കഴിവുള്ളവൻ അടച്ചിട്ടേ നിന്നെ അതിലേക്ക് ഇടാൻ ദൈവം സമ്മതിക്കുകയുള്ളൂ. ജോസഫിനെ കിണറ്റിലിടണമെങ്കിൽ വെള്ളമുള്ള ക്രൂരജന്തുക്കളുള്ള ഒരു കിണറ്റിലിടാൻ ദൈവം സമ്മതിച്ചില്ല. അത് പൊട്ടക്കിണറായിരുന്നു, സുരക്ഷിതമായി അവനവിടെ കിടക്കത്തക്കുള്ള ഒരു കിണറായിരുന്നു. അതുകൊണ്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന സ്ഥലങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളാണ്. ദൈവം നമ്മെ അനുവദിച്ചു വിടുന്ന വിഷയങ്ങളിൽ ദൈവം മുന്നമേ തന്നെ
അതിനുള്ള പരിഹാരം കൂടി കണ്ടിട്ടാണ് നമ്മളെ സഹിപ്പാനായിട്ട് ദൈവം അനുവദിച്ചു കൊടുക്കുന്നത്. ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ദൈവസഭകൾക്കെതിരെ ഉണ്ടാകുന്ന ഉപദ്രവങ്ങൾക്ക് പരിധിയുണ്ട്. ദൈവമക്കളെ പരീക്ഷിക്കുന്നതിന് പരിധിയുണ്ട്. അതിനെ അതിജീവിച്ച് കഴിയുമ്പോൾ ജയാളികളായി വെളിയിൽ വരും. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ അനുവദിച്ചു കൊടുക്കുന്ന ചില മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ, കണ്ണുനീർ ധാരധാരയായി ഒഴുകുമ്പോൾ, ഹൃദയം തകരുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, സഹിപ്പാനുള്ളത് നീ പേടിക്കേണ്ട. നീ കരയുന്നത് നിന്നെ തെളിച്ചെടുക്കാൻ വേണ്ടിയാ. അതെ, ഒരു മനുഷ്യൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കാർമേഘങ്ങൾ അത് ഉരുണ്ടുകൂടി കറുത്തിരുണ്ട് വെട്ടമില്ലാതെ ആയിക്കഴിയുമ്പോൾ, അത് പെയ്ത് മാറിക്കഴിയുമ്പോൾ അത് വലിയ ഒരു പ്രകാശമായി ശാന്തതയായി വരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്ന് കണ്ണുനീർ തുള്ളികൾ ധാരധാരിയായി വീണു കഴിയുമ്പോൾ വലിയ ശാന്തത ഉണ്ടാകുന്ന പോലെ അത് പെയ്ത് ഒഴിയുവാനിടയാത്തരും. ഭാരങ്ങൾ പെയ്ത് മാറിപ്പോകും. ഇന്ന് രാത്രിയിൽ അത് കണ്ണുനീരിന് കൊണ്ട് തെളിച്ചമുണ്ടാക്കുന്ന ചില ദിവസങ്ങളാക്കി, രാത്രികളാക്കി ദൈവം മാറ്റിയിട്ടുണ്ട്. കണ്ണുനീർ ദൈവസനിൽ പൊഴിച്ചെടുക്കുമ്പോൾ ഹൃദയത്തിൻ്റെ അകത്തുരുണ്ടുകൂടിയ വേദനകളെ ഇന്ന് രാത്രി മാറിപ്പോ. അനേകം കഠിനപ്പെട്ട് കഴിയുമ്പോൾ, കരയാൻ കഴിയാതിരിക്കുമ്പോൾ, ദൈവത്തിന് തകരാൻ കഴിയാതിരിക്കുമ്പോൾ, ദൈവമക്കളെ, ദൈവം നമ്മളെ തകർക്കുന്നത്, നമ്മുടെ ഹൃദയം തകരുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം പൊഴിക്കുന്ന കണ്ണുനീർ നമ്മുടെ ജീവിതത്തിന് തെളിച്ചമായി വരാൻ പോകുക. നാളെ നമ്മളെ തേജസ്സുള്ളവരാക്കി മാറ്റുന്നത്, തെളിച്ചമുള്ളവരാക്കി മാറ്റുന്നത് ഇന്നത്തെ കണ്ണുനീരുകളാണ്. ഇന്നത്തെ കണ്ണുനീർ നാളത്തെ തെളിച്ചമാണ്. രാത്രി ദൂത് മനസ്സിലാക്കണം. ഇന്ന് തലമുറകൾക്ക് വേണ്ടി നീ കരയുന്നുണ്ടെങ്കിൽ നാളെ അവർ പ്രകാശിക്കുവാനിടയായി തീരും. ഇന്ന് നീ ഭാവിക്ക് വേണ്ടി കരയുന്നെങ്കിൽ നാളെ നിന്റെ ഭാവി ശോഭനമായി തീരും. അതെ, ജോലിക്ക് വേണ്ടി, ആത്മീയത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി, ഏത് വിഷയങ്ങൾക്ക് വേണ്ടി കരയുന്നുവോ ആ വിഷയങ്ങളൊക്കെയും അധികം താമസിയാതെ അത് വെളിച്ചമായി തീരും, അത് പ്രകാശമായി തീരും, തെളിച്ചമുള്ളതായി തീരും. അതിനു വേണ്ടിയാണ് നാം കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്, ഉപവസിക്കുന്നത്. വിഷയങ്ങൾക്കൊക്കെയും ദൈവം മറുപടി നൽകുന്നതിനായി രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് പേടിക്കണ്ട എന്ന് പ്രസ്താവിച്ചത് വെറുതെ കർത്താവ് പറഞ്ഞതല്ല. അവൻ സഹിച്ചവനാണ്. വെറുതെ വന്ന് തീര് പറയുകയല്ല ചെയ്തത്. നിങ്ങൾ പേടിക്കണ്ട, ഒന്നും വിഷമിക്കണ്ട എന്ന് പറയുകയല്ല ചെയ്തത്. അപ്പോൾ ചിലരെ ഈ കഷ്ടതയിലൂടെയും പ്രയാസത്തിലൂടെയും കടത്തിവിടുന്നത് നാളെ അനേകരോട് സാക്ഷ്യം പറയാൻ വേണ്ടിയാ, അനേകരെ സഹായിക്കാൻ വേണ്ടി, അനേകരെ വിടിവിക്കാൻ വേണ്ടിയാ. ഞാൻ രോഗിയായിരുന്നു, ദൈവം എന്നെ വിടിവിച്ചു. ഞാൻ തടവിലായിരുന്നു, ദൈവം എന്നെ വിടിവിച്ചു. ഞാൻ സാമ്പത്തിക ക്ലേശമുള്ളവനായിരുന്നു, ദൈവം എനിക്ക് തക്ക സമയത്ത് തന്നു. ഞാൻ ഒന്നും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതിയിരുന്നില്ല, ദൈവം എനിക്ക് എല്ലാം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതി എന്ന സാക്ഷ്യം പറയണമെങ്കിൽ ചിലതിലൂടെ നാം കടന്നു പോകണം. അത് നാളത്തെ സാക്ഷ്യത്തിന് വേണ്ടിയാണ് ഇന്നത്തെ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്നുള്ളത് മനസ്സിലാക്കി ക്രിസ്ത്യ ജീവിതം സന്തോഷത്തോടെ ജീവിക്കുക. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നീ പേടിക്കണ്ട, നിന്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോകണ്ട, നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഒരു 10 ദിവസം കൂടി കഷ്ടം സഹിച്ച് നിന്ന് കഴിഞ്ഞാൽ ദൈവമായി കർത്താവ് പറയാണ്, നിന്റെ വിഷയം പരിഹരിക്കപ്പെടും. നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന പ്രതിഫലം നൽകുമെന്നാണ് പറയുന്നത്. ഇതേക്കുറിച്ച് അല്പം കൂടി ഞാൻ ഒന്ന് വേഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്, ഈ കഷ്ടം അല്ലെങ്കിൽ പ്രയാസങ്ങൾ വരുമ്പോൾ പിന്നെയും ദൈവം ദിവസം പറഞ്ഞു ഇത്രയും ദിവസങ്ങൾ അവർ കഷ്ടം സഹിച്ചിരുന്നിട്ട് പറഞ്ഞു, കർത്താവ് ഇന്നും നിന്നെ വിടുവിക്കാന്ന് പറഞ്ഞില്ല. പറഞ്ഞൊരു 10 ദിവസം കൂടെ കഴിയട്ടെ, നീ അത്ഭുതം കാണാൻ പോവുകയാണ്. കാരണം ഇപ്പോൾ വിടുവിക്കേണ്ടത് ഇപ്പോൾ വിടുവിക്കും, നാളെ വിടുവിക്കേണ്ടത് നാളെ വിടുവിക്കും, 10 ദിവസം കഴിഞ്ഞ് 10 ദിവസം ദൈവം വിടുവിക്കും. ഏതായാലും നമ്മുടെ കഷ്ടതകൾക്കെല്ലാം ഒരു പരിധിയുണ്ട്. എന്നും നാം അങ്ങനെ കിടന്ന് കൊഴിഞ്ഞു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. കഷ്ടതയിൽ കൈവിടാത്ത ദൈവം, അവന് കഷ്ടം സഹിച്ച് തികഞ്ഞവനായിരുന്നു. അതുകൊണ്ട് കർത്താവ് സഭകൾക്ക് ദൂത് എഴുതി പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തുയേശുവിൽ ഭയഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ള എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകുമെന്ന്. ഭയഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഉപദ്രവം ഉണ്ടാകുന്നത്. ദൈവസഭയിൽ അംഗങ്ങളാണെങ്കിലും ഇതിലൊന്നും അറിയാതെ പോകുന്ന ഒരുപാട് പേരുണ്ട്. കാരണം അവർ ജസ്റ്റ് ഒരു മെമ്പർ എന്ന് മാത്രമേ ഉള്ളൂ, ഉപദ്രവങ്ങളൊന്നും കാണത്തില്ല. എന്നാൽ ദൈവം വാർത്തെടുക്കുന്നവനെ അവൻ കഷ്ടതയോടെ ബോധ്യത്തോടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 2 തിമോഥെയോസ് 2:12 വാക്യത്തിൽ പറയുന്നത്, ക്രിസ്തുയേശുവിൽ ഭയഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ള എല്ലാവർക്കും സന്തോഷമുണ്ടാകുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഉപദ്രവമുണ്ടാകുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആത്മപ്രകാരം ജനിച്ചവനെ ജഡപ്രകാരം ജനിച്ചവൻ ഉപദ്രവിക്കുന്നു എന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്.
അത് സ്വാഭാവികമാണ്. അത് നമുക്ക് കാണാൻ സാധിക്കുന്ന ലോകത്തിൻ്റെ ആ ആരംഭ സമയം മുതൽ ഇത് തുടർമാനമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇതിൽ നാം ഭാരപ്പെട്ടു പോകണ്ട. നാം ക്രിസ്തുയേശുവിൽ ഭയഭക്തിയോടെ ജീവിപ്പാൻ മനസ്സിനെ ഉറപ്പിച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ ദൈവം അനുവദിച്ചുണ്ടാകുന്ന പരീക്ഷകൾക്കൊപ്പം നീക്കുപോക്കുകളെയും അവൻ കരുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പേടിക്കേണ്ട എന്ന് കർത്താവ് അരുളിച്ചെയ്തിട്ടുള്ളത്. സ്മുർന്നാ സഭയുടെ ആത്മീയ സമ്പന്നത തിരിച്ചറിഞ്ഞതിൽ അസൂയ പൂണ്ട സാത്താൻ ഇവരെ പരീക്ഷിക്കാൻ വേണ്ടി തയ്യാറായി. അപ്പോൾ ശ്രമിച്ചിട്ടും അവനതിനെ പരിശ്രമിച്ചിട്ടും സാധിക്കാതെ കർത്താവ് പറഞ്ഞു, 10 ദിവസം കൂടി നീ ഉപദ്രവിച്ചവരെ, പക്ഷേ ഇവരെ നിനക്ക് പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. ദൈവം വീണ്ടും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. ഒരു 10 ദിവസം കൂടെ നീട്ടിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ പരീക്ഷിച്ചു. അങ്ങനെയല്ലേ അയ്യോബിന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അവൻ ചോദിച്ചതെല്ലാം എന്ത് ചെയ്തു? സാത്താൻ പറഞ്ഞതനുസരിച്ച് ദൈവം പറഞ്ഞു, നീ നോക്കിക്കോ, നീ എന്തെല്ലാം വിദിത്തമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കറിയാം എൻ്റെ ഭക്തൻ എന്നെ തള്ളിപ്പറയുകയില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഈ 10 ദിവസം കൂടെ ദൈവം നീട്ടി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ ഉപദ്രവിച്ചോ, ഈ 10 ദിവസം കഴിഞ്ഞാലും ഇവർ പൊന്നു പോലെ തന്നെ വെളിയിൽ വരും. ഇവരെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. ദൈവം ബലം തന്നിട്ടേ, കൃപ പകർന്നിട്ടേ നമ്മെ പരീക്ഷയോടെ കടത്തിവിടുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ കൃപ പകരുന്ന ദൈവത്തിൻ്റെ ആത്മാവ് സ്മുർന്നാ സഭയ്ക്ക് വേണ്ടി കൃപ പകർന്നെങ്കിൽ എനിക്ക് നിങ്ങൾക്കും ആവശ്യമായ നൽകി ഈ 10ാം മാസം തികച്ചെടുത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നതിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്കറിയാം, ഒരു മനുഷ്യജീവിതം ഉരുവായി വെളിയിൽ വരുവാൻ 10 മാസമാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഉരുണ്ടുകൂടിയ ചില വിഷയങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടി ദൈവം അനുവദിച്ചിരിക്കുന്ന 10 ദിവസം, 10 മാസം, അത് എന്തുമാകട്ടെ, ഇന്ന് രാത്രിയിൽ നമുക്ക് വിശ്വാസത പറയാം, ചില വിഷയങ്ങൾ ഉരുണ്ടുകൂടിയത് അത് തിന്മയായിട്ടല്ല, നന്മയായിട്ട് വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവം സഭകൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള ദൂതാണ് ഇവിടെ വളരെ വ്യക്തമായി നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ സാധിക്കുന്നത്. കഷ്ടതയിൽ കൈവിടാത്തവൻ അവരെ ആശ്വസിപ്പിച്ചാണ് സംസാരിക്കുന്നത്. വളരെ ആശ്വാസം. ദൈവം സംസാരിക്കുമ്പോൾ ആശ്വാസമുണ്ടാകും. ദൈവം ശാസിക്കും, ദൈവം ശിക്ഷിക്കും, പക്ഷേ ആശ്വാസത്തോടെയാണ് സംസാരിക്കുന്നത്. അത് പറഞ്ഞ ഉപദ്രവം നിനക്ക് എന്നേക്കുമുണ്ടെന്നല്ല പറയുന്നത്. നിരവധി കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും 10 ദിവസം കൂടി നീ സഹിച്ചു നിൽക്കണം എന്ന് പറഞ്ഞ് അതിനെ ദൈവം അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തെ മൊത്തം നാം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ, ചില പറയും ഞാൻ ജനിച്ച അന്ന് മുതൽ എനിക്ക് കഷ്ടത മാത്രമേ ഉള്ളൂ, ഇന്ന് വരെയും ഒരു സന്തോഷം അനുഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന ജീവിതങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. നല്ല രാത്രി ഞാൻ ആത്മാവിൽ പറയുകയാണ്, അത് സാരമില്ല. ജനിച്ച നാൾ മുതൽ, ഒരുപക്ഷെ ഓർമ്മ വെച്ച അന്ന് മുതൽ കഷ്ടങ്ങൾ മാത്രമായിരുന്നു നമുക്ക് സമ്പാദ്യമെങ്കിൽ കഥ പറഞ്ഞു ഈ ആയുസ്സിൽ മാത്രമേ കഷ്ടമുള്ളൂ. അതുകൊണ്ട് നമ്മളതിനെ തുലനം ചെയ്ത് നോക്കിയാൽ, ഒരു മഹാസാഗരത്തിലെ ഒരു തുള്ളി വെള്ളമെടുത്തിട്ട് അതിലെ വെള്ളവുമായി തുലനം ചെയ്യുമ്പോൾ അത് എത്ര നിസ്സാരമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി നിത്യതയോടുള്ള ബന്ധത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന നിത്യതയെക്കുറിച്ച് ഓർക്കുമ്പോൾ, അതിൻ്റെ കനം ഓർക്കുമ്പോൾ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആയുസ് ഏറ്റവും ചുരുക്കി. ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്, സ്തോത്രം ചെയ്താട്ട്. ലോകം ആയുസ് കൂട്ടാൻ വേണ്ടി ഓടുമ്പോൾ ദൈവം പറയുക, ആയുസിനെ കുറച്ച് കർത്താവ് കൊണ്ടുവന്നത് ഈ കഷ്ടത കുറയ്ക്കാൻ വേണ്ടിയാണ്, ദൈവത്തോട് അടുക്കാൻ വേണ്ടിയുള്ള സമയം കുറച്ച് തരികയാണ്. അതെ, ദൈവമായി. അതുകൊണ്ടാണ് ദൈവം നമുക്ക് വേണ്ടി ഈ മനുഷ്യൻ്റെ ആയുസ്സിനെ ദൈവം കുറച്ചു കൊണ്ടുവന്നത്. അപ്പോൾ അത് ചെയ്തപ്പോൾ പൊതുവെ എല്ലാവർക്കും ദൈവം ചെയ്തു. ദുഷ്ടനും അതുപോലെ തന്നെ നീതിമാനും എല്ലാം ഒരുപോലെ ദൈവം ആയുസ് കുറയുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു. മാക്സിമം 120 ദൈവം ആയുസിനെ കുറച്ചു കൊണ്ടുവന്നു. വൃക്ഷത്തിൻ്റെ ആയുസ് ഉണ്ടായിരുന്ന മനുഷ്യൻ്റെ ആയുസ് 120 കുറച്ചു കൊണ്ടുവന്നത് അധികം നാൾ മനുഷ്യൻ കഷ്ടപ്പെടേണ്ടെന്ന് കണ്ടുകൊണ്ടാണ്. അങ്ങനെ 2 രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഒന്ന്, ദുഷ്ടൻ അധികം പാവം ചെയ്ത് വലിയ പാവിയായി കഷ്ടം സഹിക്കാതിരിക്കാൻ വേണ്ടി ദൈവം കരുണ കാണിക്കുന്നു. അതുകൊണ്ടാണ് ദുഷ്ടന്മാരെയൊക്കെ ദൈവം നേരത്തെ എടുക്കുന്ന അർത്ഥം മനസ്സിലായി വിചാരിക്കുന്നത്. കാരണം ദുഷ്ടത പെരുകി വർദ്ധിച്ച് അത് മനുഷ്യർക്ക് പ്രശ്നമായത്തിലായിരിക്കാൻ വേണ്ടി. 2, അവൻ അധികം കഷ്ടം സഹിക്കാനും ശരീരത്തിരിക്കുന്ന ഓർമ്മ പിന്നെ പാപം ചെയ്യുകയുള്ളൂ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ ആയുസിനെ 120 കുറച്ചത് ദൈവത്തോട് ചേരുവാൻ വേണ്ടി, നന്മയ്ക്കാക്കി തീർക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് കഥ പറഞ്ഞോട് പറയും, 100 നേരത്തേക്കുള്ള
ഞങ്ങളുടെ ലഘുവായ കഷ്ടം ആത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഗനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. 2 കൊരിന്തി 4-17 വാക്യത്തിൽ അതിൻ്റെ 2 കൊരിന്തി ലേഖനത്തിൽ പറയാൻ ഒരു കഷ്ടതയെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ സഹിച്ചു പറയാണ്, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം ആത്യന്തം അനവധിയായി തേജസ് നിത്യഗനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകും. അപ്പോൾ ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഒരു ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം അനുഭവിക്കേണ്ടി വന്നാൽ അതിൽ നിന്ന് ലജ്ജിച്ചു പോകരുത്, ഭാരപ്പെടരുത്. നമുക്ക് ദിവസങ്ങളിൽ വരുവാൻ പോകുന്ന നന്മയെ കണ്ടുകൊണ്ട് അതിനെ പ്രാപിച്ചെടുക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കുവാൻ, അതേ ആ നിത്യ തേജസ്സിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ഓർക്കുമ്പോൾ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. നിർണയപ്രകാരം വിളിക്കപ്പെട്ടിട്ടുള്ളവർക്ക് ദൈവജനത്തിൻ്റെ ഇവിടുത്തെ കഷ്ടം നൊടി നേരത്തേക്കുള്ളൂ. നമുക്ക് ലഭിക്കുന്ന നിത്യ തേജസ് എത്ര വലുതാണ്! നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് റോമർക്ക് 8-8 വാക്യത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയത് ഒന്നും അറിയാത്തനായതുകൊണ്ടല്ല, വ്യാമോഹിപ്പിക്കായിരുന്നില്ല, പ്രലോഭിപ്പിക്കായിരുന്നില്ല, യാഥാർത്ഥ്യമാണ് തിരിച്ചറിഞ്ഞിട്ടാണ് അവൻ അങ്ങനെ അത് രേഖപ്പെടുത്തോടെ അതെന്ന് സഹിപ്പാനുള്ളത് പേടിക്കണ്ട എന്ന് സ്മരണാസഭയിലുള്ളവരെ ഓർപ്പിച്ചുണർത്തിയത് അവനായി കഷ്ടം സഹിക്കുന്ന സകലർക്കും പിടിച്ചു നിൽക്കുവാൻ ഊർജം പകരുന്ന വാക്കുകളാണ്. ഇന്ന് രാത്രിയിലും കഷ്ടം സഹിച്ചു നിൽക്കുന്ന നമുക്ക് ഊർജം പകർന്ന് മുൻപോട്ട് നമുക്ക് നയിക്കുവാൻ ആവശ്യമായ ദൈവശക്തി പകരപ്പെടുന്ന ദൂതുകളാണ് സ്മരണാസഭയോടുള്ള ബന്ധത്തിൽ ദൈവാത്മാവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവരോടുള്ള മുന്നറിയിപ്പായിട്ട് പറഞ്ഞത്, നിനക്ക് കഷ്ടതയുണ്ട്, ദൈവത്തിന് പരിധി വെച്ചിട്ടുണ്ട്, എന്നാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന നന്മ ഒരു 10 ദിവസത്തേക്കല്ല, 10 വർഷത്തേക്കല്ല, 100 വർഷത്തേക്കല്ല. അതെ, നമുക്ക് ഇതിനകത്ത് പറയാൻ സാധിക്കാം, അനന്തമായത്, നിത്യമായിട്ടുള്ള, എന്നേക്കുമായിട്ടുള്ള ആ വലിയ സൗഭാഗ്യത്തിന് വേണ്ടിയാണ് ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. ഈ ലോകത്തിൻ്റെ 100-ഓ 120-ഓ നമ്മുടെ ആയുസിൻ്റെ ഇവിടുത്തെ ഭൗതികതയ്ക്ക് വേണ്ടിയല്ല ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചത്. നിത്യതയുടെ ഘനമോർത്ത് രാത്രി സ്തോത്രം ചെയ്യണം. അതിനുവേണ്ടി അതേക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല, നമുക്കതേക്കുറിച്ച് വിഭാവനം ചെയ്യാൻ കഴിയത്തില്ല. നാം ഒന്ന് മനസ്സിലാക്കുന്നു, ഒരു നിത്യയുഗമുണ്ട്, നിത്യ കാലഘട്ടമുണ്ട്. അതിൽ ഞാൻ എൻ്റെ ദൈവത്തോട് കൂടെ വാഴുവാൻ വേണ്ടിയാണ് ഇത്രമാത്രം കഷ്ടത, ഇത്രമാത്രം കണ്ണുനീർ, ഇത്രമാത്രം ദൂഷണം, ഇത്രമാത്രം പ്രശ്നങ്ങൾ കടന്നു പോകുന്നത്. നിത്യതയ്ക്കയുടെ ലാഭമാക്കുവാൻ വേണ്ടിയാണ്. ഇന്നത്തെ നഷ്ടങ്ങളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കഷ്ടങ്ങളിലും പ്രശംസിക്കാം. ദൈവമായ കർത്താവ് സ്മരണസഭയെ നിർത്തിയതുപോലെ നമ്മയും ഈ കാലഘട്ടത്തിൽ നിർത്തുവാൻ കർത്താവ് പ്രസാദം തോന്നട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗത്തുനിന്ന് അടുത്ത പോയിന്റിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ സ്മരണസഭയോടുള്ള പ്രതിഫലമായിട്ട് ദൈവം പറഞ്ഞിരിക്കുന്നത് 2-ാം അധ്യായം 10-11 വാക്യങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകീട് നിനക്ക് തരും, ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. ഇവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്രയും ഗുണങ്ങളൊക്കെ പറഞ്ഞെങ്കിലും പ്രതിഫലം കൊടുക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഇത് വെച്ചുകൊണ്ട് നീ വിചാരിക്കരുത്, ലഭിച്ചെന്ന് വിചാരിക്കരുത്. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളിപ്പോൾ വിശ്വാസത്തിൽ ആണെങ്കിൽ നല്ലത്, ഇപ്പോൾ നമ്മൾ മരിക്കുകയാണെങ്കിൽ കർത്താവ് വരികയാണെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷേ ഇതിൻ്റെ ക്രെഡിറ്റിൽ നാളെ നിനക്ക് റിലാക്സ് ചെയ്യാൻ പാടില്ല, ഉദാസീനത പാടില്ല. ഇവിടെ പറയുകയാണ്, മരണപര്യന്തം വിശ്വസ്തനായിരിക്കണം. ഈ വചനം നമ്മളെ സ്നാനപ്പെടുത്തുമ്പോൾ കർത്താവിൻ്റെ ദാസന്മാർ പറഞ്ഞു തരുന്ന വചനമാണ്. സ്നാനപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാർ സ്നാനപ്പെടുന്നവരോട് പറഞ്ഞു കൊടുക്കുന്നതാണ്, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും, ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. അത് വളരെ അർത്ഥവത്തായി സഭയോട് പറയുകയാണ്, നീ വിശ്വസ്തനാണ്, അതുകൊണ്ട് നീ അഹങ്കരിച്ചു പോകരുത്. അതെ, പ്രവാചകന്മാർ, ദൈവദൂതുകൾ ഒരുപക്ഷെ നമ്മൾ പറയും നല്ലതാണെന്ന് പറയുമ്പോൾ അതിൽ അഹങ്കരിച്ച് നാളെ അല്ലെങ്കിൽ അകന്നു പോകാൻ പാടില്ല. അപ്പോൾ മരണപര്യന്തം വിശ്വസ്തനായി ദൈവം പറഞ്ഞു, നിനക്ക് നല്ല ഗുഡ് സർട്ടിഫിക്കറ്റാണ് ഞാൻ നൽകുന്നത്. പക്ഷേ ഇന്നത് കേട്ടിട്ട് നാളെ നീ തെറ്റിപ്പോയാൽ, ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ, ഇന്ന് വരെ നീ ചെയ്തത്
എല്ലാം നഷ്ടമായിത്തീരും. അതുകൊണ്ട് ഇത് നാം നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ജീവപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്നുള്ളത്. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്നുള്ളത്. ഒരു ജോലിയാണെങ്കിൽ ആ ജോലിയുടെ പീരീഡ് വരെ വിശ്വസ്തനായാൽ മതി. അല്ലെ, ഒരു കമ്പനി ജോലി ചെയ്യുന്നു 2 വർഷം അല്ലെങ്കിൽ 55 വർഷം അല്ലെങ്കിൽ 57 വയസ്സ് ഒരു സമയം വെച്ചിട്ടുണ്ട്. അതുപോലെ വിശ്വസ്തനായി കഴിഞ്ഞാൽ അതിൽ നിന്ന് പെൻഷൻ പറ്റി അല്ലെങ്കിൽ അത് വിശ്വസ്തയായിട്ട് അവർ പറയും വിശ്വസ്തയോടെ ജോലി ചെയ്താന്ന് പറഞ്ഞ് പ്രൊമോഷനുകളൊക്കെ വിട്ട് മാറാൻ സാധിക്കും. പക്ഷെ ഇവിടെ കഥ പറയുന്നത് അങ്ങനെ ഒരു പ്രായമില്ല. നിനക്ക് എന്ന് വരെ അവസാന ശ്വാസമുണ്ടോ അന്ന് വരെ എന്നോട് വിശ്വസ്തനായി. കാരണം ഇത് ജീവന്റെ നിയമമാണ്. ഇത് ലോ ഓഫ് ലൈഫാണ്. അപ്പം അതുകൊണ്ട് ജീവന്റെ നിയമമായതുകൊണ്ട് അന്ത്യശ്വാസം വരെ അല്ലെങ്കിൽ ദൈവമായ കർത്താവ് വരുന്നത് വരെയും നാം വിശ്വസ്തരായിരിക്കണം. ഇന്നലെ വിശ്വസ്തനായതുകൊണ്ട് കാര്യം നടക്കത്തില്ല. നാളെ വിശ്വസ്തനാകാം എന്ന് പറയുന്നത് കൊണ്ടും കാര്യമാകത്തില്ല. അപ്പോൾ ഇന്നലെ വിശ്വസ്തനായതുകൊണ്ടോ നാളെ വിശ്വസ്തനാകാമെന്ന് പറയുന്നത് കൊണ്ടോ കാര്യമാകത്തില്ല. നമുക്ക് ആവശ്യമായിരിക്കേണ്ടത് ഇന്ന് വിശ്വസ്തനായതുപോലെ കർത്താവ് പറഞ്ഞു അന്ത്യം വരെ, സ്നാനപ്പെടുന്ന അന്ന് മുതൽ മരണ പര്യന്തം വരെ വിശ്വസ്തരായിരിക്കണം. ലോകത്ത് വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പറയും കർത്താവേ, ഞാൻ പലതിലും അവിശ്വസ്തനായിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ. നമ്മുടെ കഴിഞ്ഞ മുൻകാലങ്ങളിലെ പാപങ്ങളെ ദൈവം നമ്മളോട് ക്ഷമിക്കുന്നത് പോലെ നമ്മുടെ അവിശ്വസ്തത ദൈവം ക്ഷമിക്കുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവം കർത്താവ് നമ്മുടെ കാണിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് വിശ്വസ്തത കാണിക്കുവാൻ, വിശ്വസ്ത പുലർത്തുവാൻ, അതെ, ഈ സ്നാനത്തിൻ്റെ ശുശ്രൂഷയുടെ അന്ന് മുതൽ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പാപത്തിന് മരിച്ച് പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആ തീരുമാനമെടുക്കുന്ന നിമിഷം മുതൽ ഈ അന്ത്യശ്വാസം വരെ അല്ലെങ്കിൽ കർത്താവ് വരെ വിശ്വസ്തനായിരിക്കണം എന്നാണ് ദൈവം നമുക്ക് ദൂത് നൽകിയിരിക്കുന്നത്. ഇന്ന് വരെ നാം വിശുദ്ധ ജീവൻ നയിക്കണം. ഇന്ന് വരെ വിശുദ്ധ ജീവൻ നയിക്കേണ്ടത് ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് അവൻ സ്നാനപ്പെട്ട് പുതു സൃഷ്ടിയായി ജീവൻ തുടങ്ങുന്ന ഒരു ആത്മീയ ജന്മം എടുക്കുന്ന അന്നു മുതൽ ഈ ലോകത്തുനിന്ന് ജഡമരണത്താൽ മാറ്റപ്പെടുകയോ അല്ലെങ്കിൽ യേശുക്രിസ്തു വരവെങ്കിൽ നാം ശരീരത്തിന് രൂപാന്തരം സംഭവിക്കുന്ന ദിവസം വരെ വിശ്വസ്തരായിരിക്കണം. അതിൽ മാറ്റമില്ല. ഏത് രാജ്യത്ത് എവിടെ പോയാലും ഏത് കാലത്തും എവിടെയാണെങ്കിലും ദൈവമക്കൾ വിശ്വസ്തരായിരിക്കണം. അത് അങ്ങനെയാണ് കഥ പറയുന്നത്. ഞാൻ ജീവകിരീടം നിനക്ക് തരും. ജയിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ ജീവകിരീടം തരികയുള്ളൂ. ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ നമുക്കറിയാം ഒളിമ്പിക്സിലൊന്നും മെഡൽ കിട്ടത്തില്ല അല്ലേ. ഒരു പോയിന്റ്, ഫ്ലാഷ് സെക്കൻഡ് മാറ്റം വന്നാൽ 1ാം സമ്മാനം കിട്ടത്തില്ല. അങ്ങനെ എത്രയോ പേർക്ക് സംഭവിച്ചിട്ടുണ്ട്. അവിടെ വരെ ഓടിച്ചെന്നതാണ്, പക്ഷെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ വ്യത്യാസത്തിൽ കിട്ടാതെ പോകുന്നു. അതുകൊണ്ട് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആദ്യജാതന്മാരുടെ സഭയായി തീരുവാൻ നമുക്ക് ദിവസങ്ങളിൽ ദൈവത്തിൽ പറയാം കർത്താവേ, എനിക്കതിനുള്ള കഴിവില്ല, നീ എന്നെ ആ തികവിലേക്ക് എത്തിക്കണമേ എന്ന്. എനിക്ക് മരണപര്യന്തം വിശ്വസ്തനായിരിക്കാൻ അങ്ങയുടെ കൃപ എൻ്റെ മേൽ പകരണമേ എന്ന് നമുക്ക് ദിവസങ്ങളിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അതിനായി ഏൽപ്പിച്ചു കൊടുക്കാം. പിന്നെ എന്താണ് ഈ ജീവകിരീടം എന്നുള്ളത്? ചില വിചാരിക്കുന്ന കുറേ കിരീടങ്ങളൊക്കെ ദൈവം ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ടെന്ന, വിശ്വസ്തയുടെ കിരീടം, ജീവകിരീടം, തേജസ്സിന് കിരീടം, വാടാത്ത കിരീടമൊക്കെ വിചാരിക്കുമ്പോൾ സ്വർഗത്തിൽ അങ്ങനെ കിരീടങ്ങൾ വെച്ചുകൊണ്ട് ഇരിപ്പൊന്നുമില്ല. അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും കിരീടങ്ങൾ ദൈവം തലയിൽ വെക്കുമ്പോൾ അത് അവിടെ വെക്കുന്ന പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സിംബോളിക്കൽ, ആലങ്കാരികമായിട്ട് കാണിക്കുന്നതാണ്. ആലങ്കാരികമായിട്ടെല്ലാം കാണിച്ചിരിക്കുന്നത്. അല്ലാതെ കിരീടം വെച്ച് അവിടെ വാഴുന്നതായിട്ടൊന്നും അല്ല എൻ്റെ അർത്ഥം. ഈ മഹാരാജാക്കന്മാർ നാടകങ്ങൾ കാണുന്ന പോലെ അങ്ങനെ സിംഹാസനമൊന്നും ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. ഇതൊക്കെ ആലങ്കാരികമായിട്ട് കാണിച്ചിരിക്കുന്നതാണ്. ദൈവം ഇരിക്കുന്നുണ്ട്. ദൈവം നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി സിംഹാസനം എന്ന് പറഞ്ഞിട്ടുണ്ട്, കിരീടങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് വരുമ്പോൾ അവൻ കിരീടധാരിയായി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ എങ്ങനെ സ്വർണ്ണത്തിന് കിരീടം വെച്ച് വരും എന്നല്ല എൻ്റെ അർത്ഥം. അവിടെ സ്വർണ്ണത്തിന് കിരീടമൊന്നുമില്ല. ഇത് നമുക്ക് ലഭിക്കുന്ന തേജസ്സിൻ്റെ അതേക്കുറിച്ചും നമുക്ക് കിട്ടുന്ന അധികാരത്തെക്കുറിച്ചും വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇവിടെ പറയുന്ന ജീവകിരീടം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതല്ല ഓരോ കിരീടങ്ങളും തലയിൽ വെച്ച് മാറ്റി മാറ്റി വെക്കുന്നതല്ല ഈ പറയുന്നത് ഉദ്ദേശിച്ചിരിക്കുന്നത്. നാം ജീവന്റെ ക്രിസ്തുവാകുന്നതോടുകൂടി ചേരുമ്പോൾ, ജീവനാഥനായ ക്രിസ്തുവിനോട് ചേരുമ്പോൾ നാമും ജീവനിൽ വാഴുന്നവരായിരിക്കും എന്നാണ് എൻ്റെ അർത്ഥം വെളിപ്പെടുത്തിയിരിക്കുന്നത്. നാമും ജീവനിൽ വാഴും. ജയിക്കുന്നവന് 2ാം മരണത്താൽ ദോഷം വരികയില്ല. വിശ്വസ്തത എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്കറിയാം. വിശ്വസ്തത എന്ന് പറഞ്ഞാൽ വേഗത്തിൽ അതിൻ്റെ മനസ്സിലാകുന്നത് വിശ്വസ്തനായിരിക്കുന്നതിൻ്റെ അർത്ഥം
തെറ്റും കുറ്റവും ഇല്ലാതിരിക്കുന്നതിനെയാണ് വിശ്വസ്തന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 16-ാം അധ്യായം 4-ാം വാക്യത്തിൽ ദാനിയേൽ വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു, എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർ കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ വിശ്വസ്തരായിരിക്കണമെന്നതിൻ്റെ പറഞ്ഞ അർത്ഥം ആര് നോക്കിയാലും നമ്മുടെ ജീവിതത്തിൽ തെറ്റും കുറ്റവും കാണരുത്. അപ്പോൾ ആത്മീയ ജീവിതത്തിൽ തെറ്റും കുറ്റവും കാണരുതെന്ന് പറയാൻ കാരണം, വിശ്വസ്തരായിരിക്കണമെങ്കിൽ നമ്മളെ നോക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, നമ്മളെ നോക്കുന്ന നമ്മുടെ അയൽവക്കക്കാരുണ്ട്, നമ്മളെ നോക്കുന്ന സഭാവിശ്വാസികളുണ്ട്, നമ്മളെ നോക്കുന്ന പാസ്റ്റർമാരുണ്ട്, നമ്മളെ നോക്കുന്ന പലരുമുണ്ട്. അവരെല്ലാവരും നോക്കുമ്പോൾ അതെ, തെറ്റുകൾ കുറ്റങ്ങൾ പറയാനില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതത്തെയാണ് വിശ്വസ്തമായ ജീവിതം എന്ന് പറയുന്നത്. പിന്നെ വേണമെങ്കിൽ യേശു ക്രിസ്തുവിനെ പോലും കുറ്റം ചുമത്തിയവരാണ് ലോകം. അവനെ ചതിയൻ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടത്. പക്ഷെ നമ്മുടെ മനസ്സാക്ഷി നമുക്കുണ്ടായിരിക്കണം. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയ്ക്കോ, ഞാൻ നിൽക്കുന്ന സമൂഹത്തിനോ, ഞാനായിരിക്കുന്ന കുടുംബത്തിനോ, ഞാനായിരിക്കുന്ന മറ്റാർക്കുമോ ഞാൻ ഒരു തെറ്റും കുറ്റവും ചെയ്യുന്നില്ല എന്നുള്ള ഒരു ഉൾബോധം നമുക്കുണ്ടെങ്കിൽ ദൈവം പറയും നീ വിശ്വസ്തനാന്ന് പറയും. എല്ലാവരുടെ കൂടി സർട്ടിഫിക്കറ്റ് അല്ല, അയൽവക്കം കാര്യം എല്ലാവരുടെ കൂടി പറയുവൻ നല്ലവരാന്ന് പറഞ്ഞിട്ടല്ല ദൈവം അംഗീകരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കണം, ഞാൻ ആർക്കും ഒരു ദോഷമായിട്ടൊന്നും ചെയ്യുന്നില്ല. നിരാത്തത്തെ നമുക്ക് സാധിക്കും. അത് നമ്മുടെ ജീവിത സാക്ഷ്യമാണ്. ഒരു ഭാര്യ വിശ്വസ്തയായിരിക്കണമെന്നതിൻ്റെ അർത്ഥം ഭർത്താവ് നോക്കുമ്പോൾ അവളിൽ തെറ്റും കുറ്റവും കാണാൻ പാടില്ല. അവൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നതിനെയാണ് വിശ്വസ്ത എന്ന് പറയുന്നത്. ഒരു ഭർത്താവ് വിശ്വസ്തം എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയ്ക്ക് വേണ്ട എല്ലാ നന്മകളും ചെയ്തു കൊടുക്കുന്നതാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. മാതാപിതാക്കൾ മക്കളോട് വിശ്വസ്തർ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയതെല്ലാം ചെയ്തു കൊടുക്കുന്നതാണ് വിശ്വസ്ത എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അതിലൊന്നും തെറ്റും കുറ്റവും കണ്ടുപിടിക്കാൻ കഴിയും. വിശ്വസ്തത നഷ്ടപ്പെടുമ്പോഴാണ് കുറ്റവും കുറവുകളും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും പ്രശ്നങ്ങളുണ്ടാകുകയും വിഷയങ്ങളുണ്ടാകുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സാക്ഷിയിൽ തെറ്റും കുറ്റവും ഇല്ലാതെ ജീവിക്കാൻ കഴിഞ്ഞാൽ വെറുതെ ഉപദ്രവിക്കുന്നവർ അവർ ലജ്ജിച്ചു പോകും. അതാട് ഉപദ്രവിച്ചാൽ ലജ്ജിച്ചു പോവുകയുള്ളൂ. വെറുതെ ദ്രോഹിക്കുന്നവർ. എന്നാൽ കാരണം കൂടിയിട്ടാ ഉപദ്രവിക്കുന്നെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മളും ഉത്തരവാദികളാണ്. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മളതിനെ ഒഴിവാക്കണം. എൻ്റെ കുറവ് കൊണ്ടാണ് ഞാൻ ഉപദ്രവിക്കപ്പെടുന്നെങ്കിൽ അത് ഞാൻ എൻ്റെ കുറവിനെ പരിഹരിക്കണം. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അകത്തെ മനുഷ്യനിൽ ഒരു ഉറപ്പുണ്ടായിരിക്കണം, തെളിവുണ്ടായിരിക്കണം. രാത്രിയിൽ നമുക്ക് വരാൻ സാധിക്കണം, എൻ്റെ ജീവിതം കൊണ്ട്, ഇന്നത്തെ ജീവിതം കൊണ്ട് ഞാൻ ദോഷമായിട്ട് ആർക്കുമൊന്നും ചെയ്തിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. അത് ദൈവത്തിനോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിക്കുന്നതിനെയാണ് നല്ലൊരു ജീവിതം എന്ന് പറയുക. ദൈവത്തോടും മനുഷ്യനോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിക്കണം. അപ്പം ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ല, ദൈവം എല്ലാം അറിയുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യരും അറിയണം. അപ്പം മനുഷ്യനോടും ദൈവത്തോടും കുറ്റമറ്റ മനസ്സാക്ഷിയിൽ ജീവിക്കുന്നത് നല്ലൊരു പുനരുത്ഥാനത്തെ കാക്ഷിച്ചുകൊണ്ടാണ്, നല്ലൊരു ഭാവിയെ കാത്തുകൊണ്ടാണ് നാം ഒരു കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിക്കുന്നത്. അതിനുവേണ്ടി അന്ന് സ്മൃണാസഭയിലുള്ളവരെ ദൈവം നോക്കിയപ്പോൾ അവർ വിശ്വസ്തരായിരുന്നു. ദൈവം പറഞ്ഞു, നിങ്ങൾ ഇനിയും തെറ്റും കുറ്റവും കൂടാതെ ജീവിക്കണം. അത് ദൈവത്തിന് പറഞ്ഞു, നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ സ്ഥിതി വെച്ച് ജീവകിരീടത്തിന് യോഗ്യരാണ്. പക്ഷേ മരണപര്യന്തം വിശ്വസ്തനായിരുന്നാൽ ഞാൻ പറഞ്ഞിരിക്കുന്ന പ്രതിഫലം നിനക്ക് നൽകാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ജയിക്കുന്നവൻ 2-ാം മരണത്താൽ ദോഷം വരികയില്ല. കഥ വന്നിട്ട് ഇവിടെ എന്താണ് ഈ ജീവകിരീടം എന്നതിനെ ദൈവം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, സ്വർണത്തിൻ്റെയും ചെമ്പിൻ്റെയും വെള്ളിയുടെയും ഒന്നും കിരീടം വെച്ചിട്ടില്ല. എന്നാൽ എന്താണ് കിരീടമെന്ന് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത്? ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. നമ്മൾ ഈ ഇതേക്കുറിച്ച് പഠിക്കുമ്പോൾ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാം പറഞ്ഞിട്ടുണ്ട്, പരീക്ഷ നയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവ കിരീടം പ്രാപിക്കും. ജീവകിരീടം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ കഥ പറയുകയാണ്, ജയിച്ചു കഴിഞ്ഞാൽ 2-ാം മരണത്താൽ ദോഷം വരികയില്ല. മരണത്തെക്കുറിച്ചുള്ള പ്രധാന 3 പഠിപ്പിക്കലുകൾ ഞാൻ വേഗത്തിൽ പറയാം. 1-ാം മരണമാകുന്ന ആത്മമരണം. അത് സംഭവിച്ചത് അത് ഏതെന്നിൽ സംഭവിച്ചു. സർവ്വ മനുഷ്യരും ജനിക്കുന്നത് ആത്മമരണത്തിലാണ്. 1-ാം മനുഷ്യനായിരിക്കുന്ന ആദത്തെയും
രണ്ടാം മനുഷ്യ ഒന്നാമത്തെ സ്ത്രീയായിരുന്ന ഹവ്വയും ദൈവം കൈകൊണ്ട് സൃഷ്ടിച്ചെടുത്തു. മൂക്കിൽ ജീവശ്വാസം ഊതി ആദത്തെ സൃഷ്ടിച്ചു. ആദത്തിൻ്റെ എല്ലിൽ നിന്ന് മജ്ഞയിൽ നിന്ന് അതിൽ നിന്ന് ഒഴിവായ രക്തം കൊണ്ട് ജീവനുള്ളവളായി ഹവ്വയെ ദൈവം സൃഷ്ടിച്ചെടുത്തു. അത് ദൈവം കൈകൊണ്ട് മെനഞ്ഞെടുത്തതാണ്. അവരൊഴികെ ബാക്കി ലോകത്തിൽ ബയോളജിക്കലായിട്ട് ജനിക്കുന്ന എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ദൈവം തന്നിരിക്കുന്ന സന്താനത്തോടെ എന്ന് പറഞ്ഞാൽ ദൈവം ഉദ്ദേശിക്കുന്ന രീതി അത് ടെസ്റ്റ് ട്യൂബ് ബേബി ആണെങ്കിലും കൃത്രിമ ജീവിതമാണ്, എന്താണേലും മനുഷ്യർക്കാർക്കും ഒന്നും ഇല്ലായ്മയെന്നൊന്നും ഉളവാക്കാൻ കഴിയത്തില്ല. ഉള്ളതിൽ നിന്ന് ചിലതിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയുള്ള ശാസ്ത്രത്തിന് തനിമയുള്ള കൃത്യതയുള്ള ഒരു പുല്ലിൻ്റെ ഒരു ഇല പോലും സൃഷ്ടിച്ചെടുക്കാൻ കഴിയത്തില്ല. നമുക്കൊരു പക്ഷേ തോന്നുമായിരിക്കും അങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ മനുഷ്യനെ പല വിധത്തിൽ ഇന്ന് ഇനി അധികം താമസിയാതെ ഫാക്ടറികൾ ഉണ്ടാകും. കൃത്രിമ മനുഷ്യനെ ഉണ്ടാക്കിയെടുക്കുന്ന ഫാക്ടറികൾ ഈ ലോകത്തിൽ വരും. കാരണം അധികം താമസിയാതെ അങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങളിലേക്കൊക്കെ ലോകം മാറും എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നാൽ നേരത്തെ ഞാൻ ഇവിടെ പറയുന്നത്, ഈ ആദമും ഹവ്വയും സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അവർ നിഷ്കളങ്കരായിരുന്നു. എന്നാൽ അവരിൽ പാപം കടന്നു കഴിഞ്ഞപ്പോൾ ആത്മമരണം ഉണ്ടായതുകൊണ്ട് യേശു ഒഴികെ ഈ ലോകത്തിൽ ജനിച്ചവരും ജനിക്കുന്നവരും ഇനി ജനിപ്പാനുള്ളവരും മനുഷ്യപാപത്തെ അടിമപ്പെട്ടവരാണ്. മനുഷ്യൻ മരണത്തെ അടിമപ്പെട്ട, അത് യേശുവിൻ്റെ അമ്മ ഉൾപ്പെടെ മറിയ ഉൾപ്പെടെ എല്ലാവരും മനുഷ്യ പാപ കുലത്തിൽ പറഞ്ഞ എല്ലാവരും പാപികളാകുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, നീതിമാൻ ആരുമിൽ ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സ് നഷ്ടപ്പെട്ടു പോയി. റോമർക്കെഴുതിയ 5-ാം അധ്യായം 12-ാം വാക്യം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഏതെങ്കിലും ഒരു മനുഷ്യന് പൂർണ്ണമായ നീതീകരണം യേശുക്രിസ്തു രക്തമുഖാന്തരം ലഭിച്ചിരുന്നുവെങ്കിൽ ആ ഒരു മുഖാന്തരം മതിയായിരുന്നു എല്ലാവരെയും നീതീകരിക്കാൻ വേണ്ടി. എന്നാൽ ഒരു മനുഷ്യർക്കും ക്രിസ്തുവിൻ്റെ പാപപരിഹാരമായ രക്തത്തിലൂടെ അല്ലാതെ നീതീകരണം പ്രാപിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നാം ദൈവവചനപ്രകാരം പറയുന്നത്, യേശു ക്രിസ്തു പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വന്ന ആ പരിശുദ്ധനായിരിക്കുന്ന ക്രിസ്തു ഒഴികെ ലോകത്തിൽ ജനിച്ചവരും ജനിക്കുന്നവരും ജനിപ്പാനുള്ളവരുമായ സകല മനുഷ്യരും പാപത്തിൻ്റെ പിടിയിലായിരുന്നു എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമാണ്. അവിടെ തെറ്റിപ്പോകാൻ പാടില്ല. ഈ ലോകത്തിൽ മനുഷ്യനായി പിറന്നതിൽ ഒരുവൻ മാത്രമേ ഉള്ളൂ പാപമില്ലാത്തവനായിട്ടുള്ള. ബാക്കിയുള്ളതൊക്കെ വെറുതെ പറയുന്നതാണ്, വചനമായിട്ട് അതിന് ബന്ധമില്ല. അങ്ങനെ ഒരുവനെ ശിക്ഷിച്ചെടുക്കാൻ, പാപമില്ലാത്തവനെ ശിക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതുപോലുള്ളവരെ ശിക്ഷിച്ചെടുക്കുവാൻ കഴിയുമായിരുന്നു. യേശു വരേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ പാപമില്ലാത്ത ഒരു വ്യക്തിയെ ശിക്ഷിച്ചെടുക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ആദമ വംശത്തിൽ നിന്ന് ജനിക്കുന്നതിൽ നിന്ന് ഒരു പാപമില്ലാത്തൊരു വ്യക്തിയെ, ഒരു പുരുഷനെയോ സ്ത്രീയോ പിന്നീട് സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അഥവാ രക്തത്തിൽ ചേർന്നിരുന്ന മരണമായിരിക്കുന്ന പാപവും മരണത്തെ നീക്കാനുള്ള ഏതെങ്കിലും ഒരു വിദ്യ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ അത് മതിയായിരുന്നു മനുഷ്യനെ. അത് സ്വർഗം പോലും അത് ചെയ്തിരുന്നില്ല. മനുഷ്യരിൽ കടന്ന പാപത്തെ ദൈവം അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നതാണ്. അതിനെ മാറ്റുവാൻ മറ്റൊരു മാർഗമില്ലായിരുന്നു. ഒരൊറ്റ മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ. നിഷ്പാപമായിരിക്കുന്ന, പാപമില്ലാത്തവനായിരിക്കുന്ന ക്രിസ്തുവിന്റെ രക്തത്തിന് മാത്രമേ പാപത്തിന് പരിഹാരമായി തീരുവാൻ കഴിയത്തുള്ളൂ. വേറൊരു മാർഗമില്ലാത്തത് കൊണ്ടാണ് യേശു ഏക രക്ഷകൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ളവർക്ക് നീതീകരണം ഇല്ല എന്ന് പറയുന്നില്ല, അവരെ ദൈവം അംഗീകരിക്കുന്നില്ലെന്ന് പറയുന്നില്ല. പക്ഷേ സമ്പൂർണമായ നീതീകരണം വേണമെങ്കിൽ, നിത്യജീവനിൽ വാഴണമെങ്കിൽ അത് ക്രിസ്തു മുഖാന്തരമേ ഉള്ളൂ. ബാക്കിയുള്ളവരെ അവരോട് ചെയ്തതിൻ്റെ പ്രവർത്തി ദൈവരെ വിധിക്കും. അവരെ നരകത്തിൽ വിടുമോ, സ്വർഗത്തിൽ അവരെ നിത്യജീവനിൽ പ്രവേശിപ്പിക്കുമോ എന്നുള്ളതൊക്കെ ദൈവമാണ് തീരുമാനിക്കുന്നത്. അത് ദൈവത്തിന് എഴുതിയിരിക്കുന്ന കാര്യമാണ്. എന്നാൽ സമ്പൂർണമായ നീതീകരണം ഒരുവനിൽ ഉണ്ടാകണമെങ്കിൽ അത് കുഞ്ഞാടിൻ്റെ രക്തത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കുകയും, ഒന്നാം മരണമാകാൻ ആത്മമരണത്തിൽ പിടിപെട്ടതായ മനുഷ്യനെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യോബിൻ്റെ 14-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുന്നത്, അശുദ്ധത്തിൽ നിന്ന് ജനിച്ച വിശുദ്ധൻ ഒരുത്തൻ പോലുമില്ല എന്നുള്ളതാണ്. ഒരുത്തൻ പോലുമില്ല. അശുദ്ധത്തിൽ നിന്ന് ജനിച്ച ഏത് ശുദ്ധനിൽ നിന്നാണ് ഇവിടെ വിശുദ്ധ തലമുറ ഉണ്ടായിട്ടുള്ളത്? പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തിൽ നിന്ന്
പിതാവാൻ ദൈവത്തിന് ഉളവായവൻ മാത്രമേ ഉള്ളൂ ഏകപരിശുദ്ധൻ. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ഏക പരിശുദ്ധൻ, പിതാവാം ദൈവത്തിന്റെ പരിശുദ്ധ പുത്രൻ, പരിശുദ്ധദാസൻ എന്നൊക്കെ ദൈവത്തെ പറയിക്കുന്നത്. ക്രിസ്തുവിന്റെ നിസ്തുലത അതിലാണ് അടങ്ങിയിരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ അശുദ്ധിയിൽ നിന്ന് ജനിച്ചവരാണ് എന്ന് പറഞ്ഞാൽ പാപമുള്ള മനുഷ്യരിൽ നിന്നുണ്ടായവരാണ് മനുഷ്യരൊക്കെയും. എന്നാൽ പാപമില്ലാത്ത ക്രിസ്തു ഉരുവാക്കപ്പെട്ടത് പിതാവാം ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് യേശു പാപമില്ലാത്തവനെന്ന് ദൈവം വളരെ വ്യക്തമാക്കിയിരിക്കുന്നത്. അവന് മാത്രമേ പാപത്തിനടിമയായിരിക്കുന്നവരെ രക്ഷിപ്പാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും വിശ്വാസത്തിൽ നാം ഉറയ്ക്കണം, കർത്താവേ, നീ ഒഴികെ വേറെ എനിക്കൊരു നന്മയുമില്ല. എൻ്റെ അർത്ഥം ഇതാണ്, നീ ഒഴികെ എനിക്കൊരു പാപമോചനവുമില്ല. അങ്ങേ കൂടാതെ എനിക്ക് പാപത്തിന് പരിഹാരമില്ല. അങ്ങേ കൂടാതെ എനിക്കൊരു നന്മയില്ല എന്നതിൻ്റെ അർത്ഥം ഭൗമിക നന്മ ഉണ്ടാകുന്നതല്ല എൻ്റെ അർത്ഥം. എൻ്റെ അർത്ഥം ഇതാണ്, തിന്മയായിരുന്നു എന്നെ നന്മയാക്കി മാറ്റിയത് ദൈവമേ അങ്ങാണ്. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, പാവിയായിരുന്നു എന്നെ, തിന്മയായിരുന്നു എന്നെ നന്മയാക്കി മാറ്റിയത്, വെളിച്ചമുള്ളതാക്കി മാറ്റിയത് എൻ്റെ യേശുവിന്റെ രക്തം കൊണ്ട് മാത്രമാണ്. അവൻ കാൽവരി ചൊരിഞ്ഞ പുണ്യാക രക്തം കൊണ്ടാണ് അവൻ എന്നെ നന്മയാക്കി. അതുകൊണ്ടാണ് പറയുന്നത്, നീ ഒഴികെ എനിക്ക് വേറെ ഒരു നന്മയുമില്ല. ഈ വചനം മനസ്സിലായി വിചാരിക്കും. നമ്മൾ പലപ്പോഴും പറയും, നീ ഒഴികെ എനിക്ക് വേറെ നന്മയില്ലെന്ന് പറയുമ്പോൾ വിചാരിക്കുന്നത് ഈ ലോകത്തിന്റെ ഭൗതിക വിഷയമാണെങ്കിൽ, അതിൻ്റെ ആത്മീയാർത്ഥം ദൈവം പറഞ്ഞിരിക്കുന്നത്, അത് മനുഷ്യ, നിനക്ക് നന്മയായി തീരണമെങ്കിൽ അത് ഞാൻ ഒഴികെ മറ്റൊരു മാർഗത്തിലൂടെയും നന്മയായി തീരുവാൻ കഴിയത്തില്ല. ഇരുളായ മനുഷ്യ നിന്റെ വെളിച്ചമാക്കണമെങ്കിൽ, മരണമായ മനുഷ്യ നിനക്ക് നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ, ഇന്ന് രാത്രി ഒരു സന്ദേശം കേൾക്കുക. നിനക്ക് നന്മയാകണമെങ്കിൽ യേശു മാത്രമേ ഉള്ളതിന് മുഖാന്തരമായിട്ടുള്ളത്. ക്രിസ്തുവിലൂടെ മാത്രമേ നന്മയായി തീരുവാൻ കഴിയത്തുള്ളൂ. തിന്മയായതിനെ നന്മയാക്കി മാറ്റുവാൻ കുഞ്ഞാടിന്റെ തിരുരക്തത്തിന്റെ ജീവൻ ശക്തിക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഈ ഒരു വിശ്വാസം നമുക്ക് എപ്പോഴും ഉണ്ടായി. ലഭിച്ച വിശുദ്ധീകരണത്തെ ഓർത്ത് സ്തുതിക്കുന്നവരായിരിക്കണം വിശുദ്ധന്മാർ. ആരായിരിക്കണം നമ്മൾ? വിശുദ്ധിയിൽ ആരാധിക്കുക എന്നതിൻ്റെ അർത്ഥം അതാണ്. നാം വിശുദ്ധിയിൽ ആരാധിക്കുക എന്നതിൻ്റെ അർത്ഥം, വിശുദ്ധനായ യേശുവിന്റെ രക്തത്തിൽ കഴുകൽ പ്രാപിച്ച് നാം ശുദ്ധീകരണമുള്ളവരായി ദൈവത്തെ ആരാധിക്കുന്നതിനെ, വിശുദ്ധീകരിച്ചവനെ ആരാധിക്കുന്നതിനാണ് വിശുദ്ധിയുടെ ആരാധന എന്ന് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ അശുദ്ധിയുടെ ആരാധനകളാണ്. വലിയ ശബ്ദങ്ങളും വലിയ ബഹളങ്ങളും വലിയ പരിപാടികളും ആരാധനയുടെ പേര് നടക്കുന്നുണ്ട്. എന്നാൽ 2-3 പേർ കൂടി വരുന്നിടത്ത് അവിടെ സംഭവിക്കുന്ന എന്താണെന്നറിയാമോ? അവിടെ വലിയ സന്നാഹങ്ങളല്ല, വലിയ ഡെക്കറേഷനുകളല്ല. എന്നാൽ നമ്മളിൽ വ്യാപരിക്കുന്നത് നമ്മെ വിശുദ്ധീകരിച്ചവനെ, ആ വിശുദ്ധീകരിച്ച ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട്, കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണെന്ന് മനസ്സിലാക്കി അവനെ അത് തിരിച്ചറിഞ്ഞ് ആ വിശുദ്ധീകരിച്ചവനെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന വിശുദ്ധീകരണത്തിന്റെ ആരാധനയാണ് വിശുദ്ധ ആരാധന. അതുകൊണ്ട് നമ്മുടെ ആരാധനയിൽ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ വിശുദ്ധിയാണ് വ്യാപരിക്കുന്നുണ്ട്. അത് ആരാധനയാണ്. കർത്താവിനെ മനസ്സിലാക്കുന്നത്, നന്മയെ മനസ്സിലാക്കുന്നത്, ക്രിസ്തു ഒഴികെ മറ്റൊരു മാർഗമില്ലെന്ന് മനസ്സിലാക്കുന്നത്, അത് നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ഒന്നാം മരണമാകുന്ന ആത്മമരണം ഭൂമിയിലുണ്ടായിരുന്നു, സകല മനുഷ്യരുണ്ടായിരുന്നു. എന്നാൽ ആത്മമരണത്തിന് അടിമയല്ലായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. അവൻ മാത്രമാണ്, അവനിലാണ് ആത്മമരണമില്ലാതിരുന്നത്. ബാക്കി ലോകത്തിലുള്ള സകല മനുഷ്യരും ആത്മമരണത്തിന്റെ പിടിയിൽപ്പെട്ടവരാണ്. ഒന്നാം മനുഷ്യനായ ആദം, ഹവ്വ, അവർ പാപം ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയതാണ് പാരമ്പര്യമായിട്ടുള്ള രോഗമാണ് പാപവും മരണവും. നമുക്കറിയാം, ചില ആശുരോഗം ചെല്ലുമ്പോൾ ചോദിക്കുകയല്ലേ, അപ്പനും അമ്മയ്ക്കും ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു, അവർക്ക് ഇന്ന രോഗം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കേണ്ട കാരണം എന്താ? അങ്ങനെയാണെങ്കിൽ രോഗത്തിന്റെ സാധ്യത കൂടുതലാണ്, വരാൻ സാധ്യതയുണ്ടല്ലേ? അതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഒരു മനുഷ്യനെ പോലും ചോദിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഇവിടെ റിസൾട്ട് വന്നിരിക്കുന്നത് ആദമീയ പാപം എല്ലാവരിലും കടന്നുകൊണ്ട് നമുക്ക് പറയാം, നമ്മളെല്ലാം പാപികളായിരുന്നു, നമ്മളെല്ലാം ദോഷികളായിരുന്നു, നമ്മളെല്ലാം തിന്മക്കാരായിരുന്നു. നമ്മൾ പക്ഷെ നന്മയൊക്കെ ചെയ്തിട്ടായിരിക്കാം, നമ്മുടെ മനസ്സാക്ഷിയിൽ പറയുന്ന വലിയ തെറ്റുകളും ചെയ്തിട്ടില്ലായിരിക്കാം. എന്നാൽ വചനത്തിൻ്റെ സൂക്ഷ്മ കണ്ണാടിയിൽ എല്ലാവരും കറപുരണ്ട തുണികൾ പോലെയായിരുന്നു. എല്ലാവരിലും പാപത്തിന്റെ ബീജമുണ്ടായിരുന്നു, മരണമുണ്ടായിരുന്നു. എന്നാൽ കുഞ്ഞാടിന്റെ രക്തം നമ്മുടെ മേൽ തളിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ പാപപങ്കിലമായ രോഗം
മാറുവാൻ ഇടയാക്കുന്നു. ഇത് രാത്രിയിൽ ശുദ്ധീകരണത്തിൻ്റെ ശക്തി ഈ ദൈവത്തിലൂടെ വ്യാപരിക്കുന്നുണ്ട്. പാപമംഗലമായ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിച്ച കുഞ്ഞാടിൻ്റെ ദിവ്യരക്തത്തിൻ്റെ ശക്തി ഇന്ന് രാത്രിയിൽ വ്യാപരിക്കുന്നുണ്ട്. ഈ വചന സന്ദേശത്തിലൂടെ നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരംഗത്തിലൂടെ വ്യാപരിക്കുമ്പോൾ ആ ശുദ്ധിയുടെ ശക്തി നമ്മൾ വ്യാപരിക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതാണ് നമ്മുടെ ജീവന്റെ ശക്തി, അതാണ് നമ്മുടെ വ്യത്യസ്തത മറ്റുള്ളവരിൽ നിന്ന്. അത് നമ്മുടെ ഉള്ളിൽ പകരുന്ന ആത്മീയ സന്തോഷമായി വിശുദ്ധീകരണമായി നമ്മൾ വ്യാപരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ആ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നതുകൊണ്ട് നാം ജയാളികളാണ്. അതുകൊണ്ടാണ് അവരെ ജയാളികളാക്കുന്നതിനിടയാക്കുന്നത്. രണ്ടാമത് മരണം ജഡമരണമാണ്. ഒരുവനിൽ നിന്നും പ്രാണൻ വേർപെടുന്നതിനെയാണ് ജഡമരണം എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത്. സർവ്വസാധാരണമായി ജനിക്കുന്ന മനുഷ്യൻ മരിക്കണമെന്നുള്ളത് ദൈവിക നിയമമാണ്, സർവ്വസാധാരണ പൊതുവെയുള്ള തത്വമാണ്. ഇത് എബ്രായ ലേഖനം 9:27 വാക്യം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുക. ഇവിടെ ചിലർ അത് വായിക്കുമ്പോൾ ഇങ്ങനെ ഇല്ലാത്തതൊക്കെ വായിക്കും. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണമേ. അതുകൊണ്ടാണ് വചനം കൂട്ടേ കുറയ്ക്കുക ചെയ്യുന്നത് പറയുന്നത്. ഏത് ദിവസം വായിക്കുമ്പം ശരിക്കും ശ്രദ്ധിച്ച് വായിക്കണം. ഇതിനകത്തൊരു തെറ്റുമില്ല. നമ്മുടെ കഴിക്കുന്ന ബൈബിളിനകത്ത് വലിയ മിസ്റ്റേക്കുകൾ തെറ്റുള്ളത്. ഇനി ആരും അത് തെറ്റിക്കാതിരുന്നാൽ മതി. ഇവിടെ രേഖപ്പെടുത്തി ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്ക് ഇവിടെ രേഖപ്പെടുത്തും. പക്ഷെ ചിലരൊക്കെ വായിക്കുമ്പോൾ സകല കൂട്ടിച്ചേർക്കും. എവിടെ നിന്ന് വന്നാൽ എനിക്കറിയത്തില്ല, ആര് തുടങ്ങിയാണെന്നറിയത്തില്ല. ഈ സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുക എന്ന് പറഞ്ഞിരിക്കുകയാണ്. സകല മനുഷ്യർക്കും അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എല്ലാ മനുഷ്യനും മരിച്ച് ന്യായവിധിക്ക് പോകാനുള്ളവരല്ല. മരിക്കാതെ ഇവിടുന്ന് എടുക്കപ്പെടുന്നവരുണ്ട്. ന്യായവിധിയുടെ സിംഹാസനഭാഗം പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്കൊരു ശിക്ഷാവിധിയുമില്ല. നമ്മുടെ ന്യായവിധിയെ ദൈവം മാറ്റി ലോകത്തെക്കുറിച്ച്, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ലോകത്തിന് ബോധം വരുത്തുമ്പോൾ ക്രിസ്തുവേശുവിൽ നമുക്ക് പറയാൻ സാധിക്കും നമ്മുടെ ന്യായവിധിയെ ക്രിസ്തു അനുഭവിച്ച ന്യായവിധിയിലൂടെ മാറ്റുവടയാൻ തീർന്നു. അപ്പോൾ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നെങ്കിൽ ദൈവം നമ്മളെ ന്യായം വിധിക്കാൻ വേണ്ടി അല്ല കർത്താവ് വരുന്നത്. ന്യായമായത് നമുക്ക് നൽകുന്നത് യേശുവിനെ ലഭിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറമായിട്ട് പിന്നെ ഒന്നും ലഭിക്കാൻ ഒരു കിരീടമില്ല, മറ്റൊന്നുമില്ല. ക്രിസ്തുവിനെ നേടിക്കഴിഞ്ഞാൽ എല്ലാമായി. അതുകൊണ്ട് യേശുവിനെ നേടുന്നവർക്ക് ന്യായവിധിയില്ല. അവർ ലഭിക്കേണ്ടത് കുഞ്ഞാടൻ ലഭിക്കുന്നതോടുകൂടി ന്യായമായ നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കുമെന്ന് ആരും വായിക്കരുത്, മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു. പിന്നെ ഇത് വായിച്ചു പോകുമ്പോൾ ഒരു പ്രാസമൊത്ത് പറഞ്ഞു പോകുന്ന പോലെ. പക്ഷെ വചനത്തിനകത്ത് നമ്മൾ കൂട്ടരുത്, നമ്മുടെ ഇഷ്ടത്തെ കുറയ്ക്കുകയും ചെയ്യരുത്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുക. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഈ മലയാളം ബൈബിളിനകത്ത് ഇപ്പം തെറ്റ് തേടി പോകുന്ന ഒരുപാട് പേരുണ്ട്. പുതിയ ഭാഷ ട്രാൻസ്ലേഷൻ അങ്ങനെ വേണമെങ്കിൽ പോകുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു രാത്രി പറയട്ടെ, എൻ്റെ ഇരിക്കുന്ന ബൈബിൾ എനിക്ക് തികവുള്ളതാണ്. എനിക്കതുകൊണ്ട് മനസ്സിലാകുന്നുണ്ട്. അതിനകത്ത് ഏതെങ്കിലും അർത്ഥം അറിയത്തില്ലെങ്കിൽ ഡിക്ഷണറി നോക്കി മനസ്സിലാക്കി എടുക്കാനേ ഉള്ളൂ. ഇതിനെ ലഘൂകരിച്ച് ഒരു പുതിയൊരു പതിപ്പുണ്ടാക്കി ഉള്ളതൊന്നും ഇല്ലാതാക്കി കളയതെന്നും പിച്ചകൾ ഓർപ്പിക്കുകയാണ്. ഇവിടെ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ അത് അങ്ങനെ തന്നെ വേണം. അത് വളരെ കൃത്യമാണ്, അത് കറക്റ്റാണ്, തെറ്റുള്ളതല്ല, കറക്റ്റായിട്ടുള്ളതാണ്. ഇപ്പം മരണവും ന്യായവിധിയും കുറിച്ചുള്ള പൊതുതത്വമാണ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. സകല മനുഷ്യർക്കും എന്ന പദം അല്ല, മനുഷ്യർക്കും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കിയാൽ മതി. വചനത്തോട് കൂട്ടാൻ പറ്റത്തില്ല, എന്താണെന്ന് തെളിയിക്കാം. കാരണം ജഡമരണം കൂടാതെ മനുഷ്യർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഈ സകല മനുഷ്യർക്ക് എഴുതുകയാണെങ്കിൽ അന്നേരം അറിയാവുന്ന ഒരാൾ ചോദിക്കും, നിങ്ങൾ വിചാരിക്കരുത് ബൈബിൾ വായിക്കുന്നത് വിശ്വാസമാണ് വിചാരിക്കരുത്. ഇത് തെറ്റാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് ഇത് കാര്യത്തോടെ ഇതേക്കുറിച്ച് പഠിക്കുന്നത്. എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് എന്നെക്കാൾ മറ്റുള്ളവരെക്കാൾ വചനം വായിച്ച് പഠിക്കുന്നത്. അവർ പഠിക്കുന്നത് മറ്റൊന്നിനു വേണ്ടിയല്ല, ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിക്കാമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് വെറുതെ പറഞ്ഞതല്ല. നമ്മൾ ചെലവഴിക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ സമയം ഇതിനകത്ത് കൂടുതൽ പഠിക്കുന്നത്, ചിന്തിക്കുന്നത്, മനസ്സിലാക്കിയെടുക്കുന്നത്
ഇതിനകത്തുനിന്ന് എവിടെയെങ്കിലും ചില തെറ്റുകൾ കണ്ടുപിടിക്കാമെന്നുള്ള ആൾക്കാരാണ്. അതിനുവേണ്ടി റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക, അതിനുവേണ്ടി അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് അനുഭവമുണ്ട് അവിടെ ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇപ്പം അവരാണ് ഏറ്റവും കൂടുതൽ, ഞാൻ കണ്ടിട്ടില്ലാത്ത ബൈബിളുകളും ഒക്കെ ആയിട്ട് ആൾക്കാർ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവർ അത്രമാത്രം അതേക്കുറിച്ച് പഠിക്കും. ഏതെങ്കിലും വിഷയത്തിൽ യേശുവിൻ്റെ പുനരുത്ഥാനം ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി, യേശു ഒരു മനുഷ്യനായിരുന്നു, പ്രവാചകനാണ് തെളിയിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. വളരെ അങ്ങനെയുള്ള ആൾക്കാരാണ് ക്രിസ്തുവിനെ ഏതെങ്കിലും വിധത്തിൽ തെറ്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് പഴയ പുതിയ നമുക്ക് വായിക്കുന്നത്, വളരെ ശ്രദ്ധയോടെ വായിക്കുന്നവരുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ നമുക്ക് അത്രമാത്രം ഒരു പഠനം പലപ്പോഴും ഇല്ല. കാരണം നാം ഇത് വിശ്വസിക്കുന്നത് മതി. പക്ഷേ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും നിൽക്കണമെങ്കിൽ അത് യഥാർത്ഥമായുള്ള പഠനവും നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ വചനം വായിക്കുമ്പോൾ ഒന്ന് രണ്ട് തെളിവുകൾ, ഇപ്പം ഇങ്ങനെ സകല മനുഷ്യർക്കെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 5-26 വാക്യത്തിൽ ഹാനോക്ക് അവനെന്ന് മരണം കാണാതെ എടുക്കപ്പെട്ടെന്നാണ് പറയുന്നത്. ഹാനോക്കിനെ എടുത്തുകൊണ്ട് പോയി, മരിച്ചില്ല, സാധാരണ മനുഷ്യനെ പോലെ മരിച്ചില്ല. അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള വിശദീകരണം നമുക്ക് കാണുന്നത് എബ്രായ ലേഖനം 11-5 വാക്യത്തിൽ. അതിനെ വളരെ കാര്യത്തോടെ അപ്പോസ്തലനായ പൗലോസ് അത് വ്യാഖ്യാനിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞത് അവൻ ദൈവത്തോടു കൂടെ നടന്നു, ദൈവനെ എടുത്തുകൊണ്ട് കാണാതായെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവൻ ദൈവത്തോടു കൂടെ 300 സംവത്സരം നടന്നു. അതിനുശേഷമായി അവൻ മരണം കാണാതെ അവൻ ദൈവനെ എടുത്തുകൊണ്ട് കാണാതായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എബ്രായ ലേഖനം 11 അതിൻ്റെ 5 വാക്യത്തിൽ വളരെ 4 വാക്യത്തിൽ വളരെ വ്യക്തമായി ഇവിടെ കാണാൻ സാധ്യത, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കൈയിൻ്റെതിലും ഉത്തമമായി യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാനെന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവനെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ച് മനുഷ്യശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ വിശ്വാസത്താൽ സംസാരിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ഉണ്ടെന്നും ദൈവത്തോട് സംസാരിക്കുമെന്നൊക്കെ വ്യക്തമാക്കുകയാണ് ഈ ഹാബേലിൻ്റെ ജീവിതത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് മരിച്ചു കഴിഞ്ഞാൽ പോയി ഉറങ്ങുകയല്ല, ദൈവം ഉറങ്ങിപ്പോയി നിദ്രയിലേക്ക് പോകുമെന്നുള്ളതാണ്. അങ്ങനെയല്ല, നിദ്രയിലേക്കല്ല, അത് ജഡമാണ് നിദ്രയിൽ പോകുന്നത്. ഞാനിത് ചിലത് പറയും ചിലരുടെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയാണ്. ചിലർക്കൊക്കെ മരണാന്ത ജീവിതത്തെക്കുറിച്ചുള്ള സംശയം ഉണ്ടാകും. പ്രിയപ്പെട്ടവരോട് മരിച്ചു കഴിയുമ്പോൾ ആത്മാവ് ഒരിക്കലും ഉറങ്ങത്തൊന്നുമില്ല. ആത്മാവ് ഉറങ്ങുകയല്ല, ശരീരമാണ് ഉറക്കത്തിലേക്ക് പോകുന്നത്. ശരീരം ദ്രവിച്ചു പോയാലും അത് ഉറങ്ങിപ്പോയി, വിളിച്ചു വരുന്നപ്പോൾ തിരിച്ചു വരും. അതാണ്, ശരീരമാണ് നിദ്ര കൊള്ളുന്നത്, ആത്മാവല്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുക, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, ഞാൻ അതിലേക്ക് ഇല്ല, നമുക്ക് ആവശ്യതാണല്ലോ, വചനം അത് മനസ്സിലാക്കിയതാണല്ലോ. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതായി, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. അപ്പോൾ എല്ലാ മനുഷ്യർക്കും മരണമുണ്ടാകണമെങ്കിൽ ഹാബേൽ മരണം കൂടാതെ പോയത് എന്ന് വചനം പറയുമ്പോൾ അതിന് ഉത്തരം കണ്ടെത്താൻ കഴിയാത്തവരാണ് ഇതിനകത്ത് ഈ വചനം തിരുത്താൻ വേണ്ടി പോകുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് പിന്നെ ഹാബേലൊന്ന് മരിക്കും എന്നൊക്കെ പറയുന്നത്. അത് എന്തിനാ വെറുതെ തിരുത്താൻ പോകുന്നത്? എന്തിനാ? അങ്ങനെ സംഭവിച്ചിട്ടില്ലേ? ഇനിയും അങ്ങനെ തിരുത്താൻ വേണ്ടി പോകുന്നതോട് മറ്റൊരു തെളിവ് കൂടി ഞാൻ പറയാം. ഇത് നിഴലായിരുന്നു. 2 നിഴലുകളാണ് പഴയ നിയമത്തിൽ മരണം കൂടാതെ എടുക്കപ്പെട്ടവരുടെ ബന്ധത്തിലുള്ളത്. അതൊന്ന് കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷത നടക്കേണ്ടതും 2 കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത നടക്കേണ്ട സംഭവമാണ്. മധ്യാകാശ പ്രത്യക്ഷത നടക്കുന്ന സംഭവം ഹാനോക്കിനോടുള്ള ബന്ധത്തിൽ, ഞാൻ പറഞ്ഞത് ഹാനോക്കനാണല്ലോ, ഹാനോക്കിനോടുള്ള ബന്ധത്തിൽ അവൻ മരണം കാണാതെ എടുക്കപ്പെട്ടുവെങ്കിൽ ഇവിടെ മരണം കാണാതെ ഒരു കൂട്ടർ ഹേ മരണമേ എൻ്റെ വിഷമുള്ള എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് രൂപാന്തരപ്പെട്ട് ഇവിടുന്ന് കാഹളം ധ്വനിക്കുമ്പോൾ എടുക്കപ്പെടും. അതാണ് ഹാനോക്കിനോടുള്ള ബന്ധത്തിൽ 7ാം തലമുറക്കാനായിരിക്കുന്ന ഹാനോക്കിനെ വെളിപ്പെടുത്തുമ്പോൾ 7ാം സഭയാകുന്ന ഈ ലവോദിക്ക സഭയുടെ സമയത്ത് ദൈവത്തിൻ്റെ മധ്യാകാശ വരവ് സംഭവിക്കും എന്നുള്ളത് നിശ്ചയമാണ്. പക്ഷേ ഇതിൻ്റെ പീരീഡ് എത്രയാണെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ 7ാം ആദം മുതൽ 7ാം തലമുറക്കാനായിരിക്കുന്ന ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവനെ എടുത്തതുകൊണ്ട് കാണാതായി എന്നതുപോലെ തന്നെ ദൈവത്തോട് കൂടെ വെള്ള ധരിച്ച് നടക്കുന്നവരെ കുറിച്ച് ലവോദിക്ക സഭയുടെ ബന്ധത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. ഇതിനർത്ഥം തേജസ്സിൻ്റെ പുത്രന്മാരാണ് ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്.
എടുക്കപ്പെടുവാനുള്ള സമയമായി എന്നുള്ളത് കാണിക്കുന്നു. അപ്പോൾ അത് ഹാനോക്കുള്ള ബന്ധത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നെങ്കിൽ അത് നിവൃത്തീകരിക്കപ്പെടാൻ പോകുന്നത് പൊരുളായിത്തീരുന്നത് കർത്താവിൻ്റെ മധ്യാകാശവരവിലാണ്. അപ്പോൾ രണ്ടാമത് മരണം കൂടാതെ ഇവിടെ നിന്ന് കാണാതായത് നമുക്ക് സംഖ്യാപുസ്തകം അതിൻ്റെ 16-ാം അധ്യായം 33 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ മരണം കാണാതെ എടുക്കപ്പെട്ടത് നീതിമാന്മാരായിരുന്നില്ല. ദൈവത്തോട് പാപം ചെയ്തവരെ ദൈവം എന്ത് ചെയ്തു? മരണം കാണാതെ ഇവിടുന്ന് എടുത്തു. അതിനെക്കുറിച്ച് സംഖ്യാപുസ്തകം 16-ാം അധ്യായം അതിൻ്റെ നമുക്കറിയാവുന്ന വിഷയങ്ങളാണ്. 16-ാം അധ്യായം ഇതിനോട് ബന്ധത്തിൽ നിന്ന് വെളിപ്പെടുത്തുന്നേ ഉള്ളൂ, 16-30 എന്നാൽ യഹോവ ഒരു അപൂർവ കാര്യം പ്രവർത്തിക്കുകയും ഭൂമി വായി പിളർന്ന് അവരെയും അവർക്കുള്ള സകലത്തെയും വിഴുങ്ങിക്കളയുകയും അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്താൽ അവർ യഹോവയെ നിരസിച്ചുവെന്ന് നിങ്ങൾ അറിയും. അവൻ ഈ വാക്കുകളെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ അവരുടെ കീഴെ ഭൂമി പിളർന്നു. ഭൂമി വായി തുറന്ന് അവരെയും അവരുടെ കുടുംബങ്ങളെയും കോരകനോട് ചേർന്നിട്ടുള്ള എല്ലാവരെയും അവരുടെ സർവ്വസമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. അവരും അവരോട് ചേർന്നിട്ടുള്ള എല്ലാവരും ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങി. ഭൂമി അവരുടെ മേൽ അടയുകയും അവർ സഭയുടെ നടുവിൽ നിന്ന് നശിക്കുകയും ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ സംഭവം എപ്പോഴാണ് നടക്കുന്നത്? നിഴലായിരുന്നു. പോലാട്ട് എവിടെ നടക്കുന്നത്? നെബൂഖദ്നേസർ രണ്ടാമത്തെ വരവാകുന്ന മഹത്വ പ്രതീക്ഷയെ നടക്കും. അപ്പം വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ ഭാഗങ്ങൾ നിഴലും പുതിയ നിയമത്തിൽ അത് പൊരുളുമായി തീരുകയാണ് ചെയ്യുന്നത്. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നപ്പോൾ മരണം കാണാതെ അവനെ ദൈവം എടുത്തു. അതുപോലെ 7-ാം സഭയുടെ കാലമാകുന്ന ലവോദിക്യ സഭയുടെ കാലത്തിൽ ദൈവത്തോടുകൂടെ നടക്കുന്നവരെ കർത്താവിൻ്റെ കാഹളത്തിൻ്റെ ധ്വനിയിൽ ഇവിടുന്ന് മരണം കാണാതെ രൂപാന്തരപ്പെട്ടെടുക്കപ്പെടും. അത് പൊരുളായി രൂപാന്തരം അത് സംഭവിക്കും. മിസ്രൈമിൽ നിന്നുള്ള കനാൻ യാത്രയിൽ കോരകും കൂട്ടനും മത്സരിച്ച് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അപൂർവകാര്യമായി എല്ലാവരും കാണുക സംഭവിച്ചതാണത്. മറ്റത് ആരും കണ്ടില്ല. അത് രഹസ്യമായിരുന്നു. അത് ഹാനോക്കിനെ അടുത്ത് ആരും അറിഞ്ഞില്ല. അവൻ്റെ വീട്ടുകാർക്ക് അറിയത്തില്ലായിരുന്നു, നാട്ടുകാർക്ക് അറിയത്തില്ലായിരുന്നു, ആർക്കും അറിയത്തില്ലായിരുന്നു. അവനെ കാണാതായെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ദൈവസഭ എടുക്കപ്പെടുമ്പോൾ ആരും അറിയത്തില്ല. എന്നാൽ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷ നടക്കാൻ പോകുന്ന കാര്യം പരസ്യമായിരിക്കും. അന്ന് ജീവനോടിരിക്കുന്ന എല്ലാവരും കാണും. എന്താ സംഭവിക്കുന്ന അറിയാമോ? അന്ന് നടക്കുന്ന ഹർമുദ യുദ്ധത്തിൽ ഈ എതിർക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ജീവനോടെയാണ് അഗ്നിനരകത്തിലേക്ക് തള്ളിക്കളയുന്നത്. അപ്പോൾ ജീവനോടെ തള്ളിക്കളയുന്നു. അതാണ് ഇവിടെ അതിൻ്റെ നിഴലായിരുന്നു. കോരകനെയും കൂട്ടരെയും അവനോട് ചേർന്നവരെയും ജീവനോടെ പാതാളത്തിലേക്ക് തള്ളിക്കളഞ്ഞു. ഇത് സംഭവിക്കുന്നത് കർത്താവിൻ്റെ 2-ാം വരവെങ്കിൽ ജീവനുള്ളവരുടെ അന്ത്യനായവ് നടക്കുന്ന ദിവസം. അന്ന് പതിര് ദൈവം മാറ്റി കെടാത്ത തീരിട്ട് കളയും. മരിച്ചുപോയവരല്ല. അന്ന് മരിച്ചുപോയ ഒറ്റ പാവികൾ പോലും പുനരുത്ഥാനം പ്രാപിക്കത്തില്ല. കർത്താൻ 2-ാമത്തെ വരവെങ്കിൽ ഒരു പുനരുത്ഥാനം നടക്കത്തില്ല. അന്നല്ല മരിച്ചുപോയ സകല ദുഷ്ടന്മാർ ഉയർത്തെഴുന്നേൽക്കുന്നത്. ഒടുക്കത്തെ നാളില്ല. എന്നാൽ കൊയ്ത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അന്ന് നടക്കുന്ന കൊയ്ത്തിൽ അന്ന് ജീവനോടിരിക്കുന്നവരിൽ കതിരും പതിരും തമ്മിൽ വേർതിരിക്കുമ്പോൾ ദൈവസഭയുടെ നമ്മളെ മണവാട്ടി സഭയല്ല കേട്ടോ, അന്നത്തെ ദുഷ്ടന്മാരെ ദൈവം കാറ്റുപാറ്റുന്ന പതിർ പോലെ ആക്കി നിത്യനരകത്തിലേക്ക് തള്ളിക്കളയും. അത് കോരകും കൂട്ടരും ജീവനോടെ പാതാളത്തിറങ്ങിയതിൻ്റെ നിഴലിൻ്റെ പൊരുളാണ് നടക്കാൻ പോകുന്നത്. ഇന്ന് രാത്രിയിൽ നമുക്കതിൽ പറയാൻ, കർത്താവേ, ഞങ്ങൾ ഹാനോക്കിന് സംഭവിച്ച നിഴലിനുള്ള ബന്ധത്തിൽ ജയാളികളായി അങ്ങയുടെ കൂടെ നടന്ന് മരണം കാണാതെ രൂപാന്തരപ്പെടുവാൻ ഭാഗ്യം ലഭിക്കുന്നവരാണ് നമ്മൾ. നമുക്കറിയാമല്ലോ, ഇവിടുത്തെ ഏറ്റവും വലിയ ലോട്ടറിയൊക്കെ കിട്ടാൻ വേണ്ടി പലരും കാത്തിരിക്കാറുണ്ട്, അല്ലേ? കാത്തിരിക്കാറുണ്ട്. വലിയ നന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കാറുണ്ട്, പലരും നോക്കിയിരിക്കാറുണ്ട്. എന്നാൽ ദൈവസഭയെ, ദൈവമക്കളെ, നാം ദിവസങ്ങൾ കാത്തിരിക്കേണ്ടത് ഒരു ലോട്ടറിക്ക് വേണ്ടിയോ ലോകത്തിന് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. കർത്താവെ, അങ്ങ് വരുമ്പോൾ
ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ എടുക്കപ്പെടും, രൂപാന്തരപ്പെടുമെന്ന് ഞാൻ പഠിച്ചിരിക്കുന്നു, വായിച്ചിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങ് വരുമ്പോൾ എന്നെ അതിനെ യോഗ്യനാക്കണമേ, ഞാൻ ആ കൂട്ടത്തിൽ പെടുവാൻ എനിക്ക് ഭാഗ്യം തരണമേ എന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്നതായി. കഴിഞ്ഞ നമ്മൾ കേട്ടല്ലോ, അലിസാൻഡ് പറഞ്ഞല്ലോ, ആരോ അതിനടുത്ത് പറഞ്ഞല്ലോ, DL മൂടി ഇങ്ങനെ ഒന്നും പഠിത്തമുള്ള ആളല്ലായിരുന്നു. അദ്ദേഹം ഒരു ദൈവദാസന്റെ പ്രശ്നം കേട്ടപ്പോൾ ദൈവം പ്രവർത്തിക്കുന്ന മനുഷ്യനെ ഇന്ന് വരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഏൽപ്പിച്ചു കൊടുത്തു, ദൈവമേ ആ വ്യക്തി ഞാനായിരിക്കണമേ എന്ന്. ദൈവനെ ഉപയോഗിച്ചു. ദൈവന്റെ ആഗ്രഹത്തെ സബലീകരിച്ചെങ്കിൽ ദിവസങ്ങളിൽ നമ്മുടെ ആഗ്രഹം അതായിരിക്കണം. വചനം വായിക്കുമ്പോൾ മനസ്സിലാകണം, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ അവർ അവർ അക്ഷരായി ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് മേഘങ്ങളിൽ അവനെ സ്വീകരിക്കുവാൻ എടുക്കപ്പെടും. അപ്പം അങ്ങനെയാണെങ്കിൽ നാം ആകുന്ന ആ കൂട്ടത്തിൽ എനിക്ക് ഉൾപ്പെടണം, എൻ്റെ കുടുംബം ഉൾപ്പെടണം, ദൈവമേ എൻ്റെ പ്രിയപ്പെട്ട ഉൾപ്പെടണമെന്നുള്ള ആഗ്രഹമായിരിക്കണം നമ്മുടെ ജീവിതത്തിലുണ്ടാകേണ്ടത്. അതായിരിക്കണം ആഗ്രഹം. ആ ആഗ്രഹം ഉണ്ടെങ്കിൽ കർത്താവ് DL മൂടിയെ അന്ന് ശക്തമായിട്ട് ഉപയോഗിച്ചെങ്കിൽ ഇവരാഗ്രഹം ഇന്ന് രാത്രി പഠനത്തിൽ എല്ലാവരും ഹൃദയങ്ങളിലേക്ക് ദൈവാത്മാവ് നൽകുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അതൊരാഗ്രഹം, കർത്താവെ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? വചനം കേൾക്കുന്ന എത്ര പേർ വിശ്വസിക്കുന്നു? അതെ, യേശു കർത്താവ് വരുമ്പോൾ, അവൻ മധ്യാകാശത്തെ വരുമ്പോൾ ഹാനോക്കിനെ മരണം കാണാതെ അവനെ മീതിയുള്ള പാതാളത്തിലേക്ക് കർത്താവ് കൊണ്ടുപോയെങ്കിൽ അതുപോലെ ദൈവമേ, അത് നിഴലായിരുന്നെങ്കിൽ അങ്ങയോട് കൂടെ വെള്ള ധരിച്ചുകൊണ്ട് നടക്കുന്ന, കടയിൽ നിന്ന് വാങ്ങിച്ച വെള്ള ഉടുപ്പല്ല കേട്ടോ, നാം വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ച് നാം നടക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവിൻ്റെ പറഞ്ഞിരിക്കുന്ന വചനം എന്നിൽ നിവൃത്തീകരിക്കപ്പെടണം. അത് എത്ര പേർ അത് നമുക്ക് ആത്മാർത്ഥം പറയാം. അത് ഒരു നിർമ്മല കന്യക അവനോട് കൂടെ ചേരുമെന്നുള്ളത് ഈ വചനം വായിച്ചു മനസ്സായിട്ടുണ്ട്. എനിക്കത് ആകണം. എത്ര പേർ ആഗ്രഹിക്കും? ഞാൻ ഈ വചനം ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനൊരു ആഗ്രഹം നമുക്കുണ്ടായിരിക്കണം. ഇത് വായിക്കുമ്പോൾ എനിക്കിതാകണം എന്നുള്ള ആഗ്രഹമുള്ളവരെ ആണ് ദൈവം തൃപ്തിപ്പെടുത്താൻ പോകുന്നത്. ദിവസം മുഴുവൻ അരച്ച് കലക്കി മുഴുവൻ പഠിച്ചിട്ടും ഒരാഗ്രഹവും ഉണ്ടായിട്ടില്ലെങ്കിൽ വെറുതെ വായിക്കുന്നതാണ്. എന്നാൽ ഈ വചനം കേൾക്കുമ്പോൾ എനിക്ക് ഇന്നതാകണം, ദൈവം ഇന്നതാകണം, എനിക്ക് ജയാളിയാകണം, എനിക്ക് അങ്ങയുടെ വരവിൽ എടുക്കപ്പെടണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ആഗ്രഹത്തെ പരിശുദ്ധാത്മാവ് പരിപോഷിപ്പിക്കും, അത് സാധിപ്പിച്ചു തരും. അപ്പോൾ ഇവിടെ ജഡമരണമുണ്ടെന്നുള്ളത് നമുക്കറിയാം. എന്നാൽ മനുഷ്യഭാവത്തിന് വേണ്ടി പരിഹാരമായി യേശു ക്രിസ്തു മാത്രം അവൻ ജഡമരണമായിരുന്നവൻ ഉണ്ടായിരുന്ന, അവൻ പാവമില്ലായിരുന്നുകൊണ്ട് അവൻ്റെ ശരീരം ദ്രവത്വം, യേശു ക്രിസ്തു ജഡത്തിൽ മരിച്ചെങ്കിലും അവൻ അന്ന് വരെ മരിച്ച, ഇനി മരിക്കാവുന്ന എല്ലാവരും വ്യത്യസ്തനായിരുന്നു. എല്ലാ മനുഷ്യൻ ജഡത്തിൽ മരിക്കുമ്പോൾ ദ്രവിച്ചു പോകും, എന്നാൽ അതിൽ നിദ്രയിൽ പോട്ടു പോകും. അത് ഒരിക്കലും അത് ദ്രവിക്കാതിരിക്കത്തില്ല. എന്നാൽ യേശു മരണത്തിൽ പോലും വ്യത്യസ്തനായിരുന്നു. അവൻ ജനത്തിൽ വ്യത്യസ്തനായതുപോലെ മരണത്തിലും അവൻ വ്യത്യസ്തനായിരുന്നു. അവൻ്റെ ശരീരം ദ്രവത്വം കണ്ടില്ല. അത് വചനമായതുകൊണ്ട് ദ്രവിക്കുന്ന ശക്തിക്ക് അവൻ ദ്രവിപ്പിക്കാൻ കഴിഞ്ഞില്ല. അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കടയായിരുന്നു. 3-ാമത്തെ മരണത്തെക്കുറിച്ച് പറയുന്നത് നിത്യമരണമാണ് 2-ാമത്തെ മരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭിച്ച് ആത്മമരണവും ജഡമരണവും ആണ് പഴയ നിയമത്തിൽ ഉടനീളം ഭൂമിയിൽ മനുഷ്യരുടെയിൽ പരന്നതെങ്കിൽ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ജഡമരണത്താൽ പാപത്തെ നീക്കുകയും ജീവനും അക്ഷയതയും നിത്യജീവൻ വെളിപ്പെടുകയും ചെയ്തുകൊണ്ട് ആ നിത്യരക്ഷയുടെ സുവിശേഷത്തെ അവഗണിച്ച് ജീവിക്കുന്നവരുടെ പേരുകൾ ജീവവസ്തു ഇല്ലാത്തത് കൊണ്ട് അവർ ഒടുവിൽ ചെന്നെത്തുന്നത് ഗന്ധകം കത്തുന്ന തീപ്പുകയിലാകുന്നു. ഈ തീപ്പുകയാണ് 2-ാമത്തെ മരണം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. 2-ാം മരണത്താൽ നിനക്ക് ദോഷം വരികയില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നീ അഗ്നിനരകത്തിൽ പോകത്തില്ല കുഞ്ഞെ എന്നാണ്. കാരണം 1-ാം മരണമാകുന്ന ആദമിക പാപം നിന്നിലുണ്ടായിരുന്നു, ജഡമരണം നിന്നിലുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജഡമരണത്താൽ നാം ശുദ്ധീകരിക്കപ്പെട്ട് ജീവന്റെ പുസ്തകത്തിൽ പേരുള്ള നിത്യസുവിശേഷ മുഖാന്തരമായി ജീവനും അക്ഷയതയും വെളിപ്പെട്ട ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജീവപുസ്തകത്തിൽ പേരും നമ്മൾ അതിൻ്റെ ഭാഗവുമായി തീർന്നെങ്കിൽ നാം നിത്യനരകത്തിലേക്ക് പോകത്തില്ല. 2-ാം മരണത്താൽ ദോഷം വരികയില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇതുവരെയും ആ നിത്യമരണത്തിൽ നിന്നുള്ള പിടുതൽ പ്രാപിച്ചിട്ടില്ലെങ്കിൽ, യേശു ക്രിസ്തുവായി ബന്ധപ്പെടുവാനുള്ള അവൻ്റെ രക്തമുഖാന്തരം മോചനം പ്രാപിച്ചിട്ടില്ലെങ്കിൽ, ഇവിടെ പറഞ്ഞിരിക്കുന്നത്
ആ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുമ്പോഴാണ്, ജീവിതത്തിൽ പേര് എഴുതപ്പെടുമ്പോഴാണ് നാം യഥാർത്ഥമായി നിത്യ നരകമാകുന്ന രണ്ടാമത്തെ മരണത്തിന്ന് വേർപെടുന്നത്. അതുകൊണ്ട് രണ്ടാം മരണത്തിനക്ക് ദോഷം സംഭവിക്കുകയില്ല. ഈ ദോഷം എന്നുള്ളത്, ഏറ്റവും വലിയ ദോഷം നിത്യനരകാഗ്നിയിൽ ചെന്നെത്തുന്നതാണ്. ഏറ്റവും വലിയ നന്മ നമ്മെ നിത്യനരകാഗ്നിയിൽ നിന്ന് വിടുവിച്ചതാണ്. അപ്പോൾ ഈ നരകാഗ്നിയിൽ തള്ളിക്കളയുന്നതും നിത്യജീവന് യോഗ്യരാക്കുന്നത് ക്രിസ്തുവാണ്. അപ്പം നിത്യജീവന്റെ നിത്യനന്മയ്ക്ക് കാരണമായി തീർന്നത് ക്രിസ്തുവാണെങ്കിൽ, നിത്യനരകാഗ്നിയിലേക്ക് മനുഷ്യനെ തള്ളിക്കൊണ്ടു പോകുന്നത്, പിടിച്ച് അവനെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്നത് സാത്താനാണ്. അവന്റെ കരങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ മോചിപ്പിച്ചു, നമ്മുടെ തലമുറകളെ മോചിപ്പിച്ചു. ഇനിയും അനേകർ മോചിപ്പിക്കപ്പെടുവാൻ വേണ്ടി ദിവസങ്ങളിൽ സുവിശേഷത്തിന്റെ ശക്തിയോടെ ഘോഷിക്കപ്പെടുവാൻ ദൈവ ദിവസങ്ങളിൽ ചില അഭിഷേകത്തിന്റെ ദൂതുമായി അനേകരുടെ പാപത്തിന്റെ പാശങ്ങളെ അഴിച്ചെടുത്ത് വ്യക്തികളെ, കുടുംബങ്ങളെ മോചിപ്പിച്ച് ജീവിതത്തിൽ പേരെഴുതി ചേർക്കുവാൻ ദൈവാത്മാവ് ശക്തിയായി ഇടപെടട്ടെ. അതിനുവേണ്ടി ദിവസങ്ങളിൽ ദൈവത്തിന്റെ ദൂതുകളെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഈ സഭയുള്ള ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കാം. എൻ്റെ അവസാനത്തെ വാക്യം ഇങ്ങനെ 2-ാം വാക്യത്തിൽ പറയുന്നത്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. സ്മുർന്നാ സഭയുടെ ദൂതിൽ ഉള്ള ബന്ധത്തിലാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിലും ഈ ദൂത് ആഗോള സഭ, സമാജവാക്കുകളെല്ലാം ഒരുപോലെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. തിരുവചനം വായിക്കുന്ന എല്ലാവരോടുമാണ് ഇതിലെ ഓരോ വാക്കുകളും സംസാരിക്കുക. അതുകൊണ്ട് നമ്മുടെ ചെവികൾ ദൈവത്തിന് മുമ്പാകെ തുറക്കപ്പെട്ട് അനുദിനം വിശ്വസ്തരായി ജീവിപ്പാൻ ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. അത് ദൈവത്തിന്റെ കൃപയാൽ നമുക്കിന്ന് പറയാം, കർത്താവേ, രണ്ടാം മരണത്താൽ ദോഷം വരാതിരിക്കുവാൻ കർത്താവേ, ഞങ്ങളെ നീ നിന്റെ മരണത്താൽ, നിന്റെ ജഡമരണത്താൽ ഞങ്ങളുടെ പാപം നീക്കി ഞങ്ങളെ ഒന്നാം മരണത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചതുകൊണ്ട് ഞങ്ങൾ നിത്യനരകാഗ്നിയിലേക്ക് പോകത്തില്ല. ഞങ്ങളുടെ പേരുകൾ ജീവിതത്തിൽ എഴുതിയതുപോലെ ദിവസങ്ങളിൽ സ്വർഗത്തിൽ പേരിക്കുന്ന ആദിജാതന്മാരുടെ സഭയിൽ ഞങ്ങളുടെ പേരുകൾ എഴുതി താവേ അങ്ങ് വരുമ്പോൾ രൂപാന്തരപ്പെടുവാൻ, അതല്ല ഞങ്ങൾ മരിക്കുകയാണെങ്കിൽ ക്രിസ്തുവിനുള്ളവരായി ഉയർത്തെഴുന്നേൽപ്പിക്കാൻ താവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആഗ്രഹമാണ്, ഞങ്ങളുടെ ആവശ്യമാണ്. അത് പരിശുദ്ധമാവ് ദിവസം നിറവേറ്റണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവസഭയുള്ള ദൂതിലെ 2 സഭകളുടെ ദൂത് നാം മനസ്സിലാക്കുവാനായിട്ട് തന്നു. എഫെസ്യ സഭയുടെ ദൂതും പെർഗമോസിലെ നമ്മൾ സ്മുർന്നാ സഭയുടെ ദൂതുമാണ് ഈ രാത്രിയിലെ പഠനം കൊണ്ട് പൂർത്തീകരിക്കുന്നത്. ദൈവം വെച്ചാൽ നാളെ കർത്താവ് വരാൻ താമസിച്ചുമെങ്കിൽ നമ്മൾ പെർഗമോസ് സഭയുള്ള ദൂത്, 3-ാമത്തെ സഭയാകുന്ന പെർഗമോസ് സഭയുള്ള ദൂതിനെ കുറിച്ച് ചിന്തിക്കും. രാത്രി നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരു ആഗ്രഹം തന്നിരിക്കാൻ സ്തോത്രം. എല്ലാ ചക്കർബരിയായി രാത്രി പറയാം, കർത്താവേ, ഞങ്ങളുടെ ആഗ്രഹം അങ്ങ് വരുമ്പോൾ കർത്താവേ, ഒരു കൂട്ടം ജനം ഇവിടുന്ന് മരണം കാണാതെ എടുക്കപ്പെട്ടും ഹാനോക്ക് അന്ന് എടുക്കപ്പെട്ടെങ്കിൽ ദിവസങ്ങളിൽ ഞങ്ങൾ ജീവനോടെ കാത്തിരിക്കുന്നത് രൂപാന്തരത്തിന് വേണ്ടിയാണ്. കരങ്ങളെ ശരീരത്തിന്മേൽ വെച്ചുകൊണ്ട് പറ, ഈ ശരീരം രൂപാന്തരത്തിനുള്ളതാ. യേശു കർത്താവിന്റെ കാളം ധ്വനിക്കുമ്പോൾ അത് രൂപാന്തരപ്പെടുവാൻ വേണ്ടിയുള്ള ആഗ്രഹത്തോടെ ദൈവാത്മ വസിക്കുന്ന മന്ദിരമായി തീരുവാൻ രാത്രി നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിൽ ജീവനും പ്രസാദമുള്ള യാഗമായി അർപ്പിച്ചുകൊണ്ട് ദൈവസ്ഥനിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. അതൊന്നുകൂടെ നമുക്ക് ഉറപ്പോടെ പറയാം, ഇന്ന് രാത്രി യേശു കർത്താവ് വരികയാണെങ്കിൽ ഞാൻ ജീവനോടെ ഇരിക്കുന്നത് കൊണ്ട് രൂപാന്തരപ്പെടുന്നൊരു വിശുദ്ധർ ഭൂമിയിലുണ്ട്. അതിൽ ഏഴയാകുന്ന എന്നെയും കൂടി ചേർക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആ ഒരു ആഗ്രഹത്തോടും വാഞ്ചയോടും കൂടി ക്രിസ്തു മുൻപോട്ട് നയിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സന്ദേശം കൈമാറിക്കൊണ്ട് രണ്ടാം സഭയാകുന്ന സ്മുർന്നാ സഭയുടെ ദൂതിന് വിരാമമിടുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.